വിൻ സ്മൃതി പരുത്തിക്കാട്. രാഹുൽ ഗാന്ധി വോട്ടുകൊള്ള പുറത്തുവിട്ട് കൃത്യം 11-ാം ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നു. വോട്ടുകൊള്ള എന്ന വലിയ ആരോപണം ഭരണഘടനാ വിരുദ്ധമെന്നാണ് മറുപടി. കേന്ദ്ര സർക്കാർ നയമനുസരിച്ചാകാം ശുദ്ധ ഹിന്ദിയിൽ വോട്ടുകൊള്ളയെ കള്ളവാക്കെന്ന് വിശേഷിപ്പിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാഹുൽ ഗാന്ധിയെ ഒരു രാഷ്ട്രീയ നേതാവിനെ എന്ന പോലെ വെല്ലുവിളിക്കുകയായിരുന്നു. കഴുത്തിൽ തോക്കു ചൂണ്ടിയുള്ള ഭീഷണിയെന്നാണ് മറുപടി. 3-4 ഇടത്ത് കണ്ട ഒരേ വോട്ടർമാരുടെ വിവരങ്ങൾ പുറത്തുവിട്ടത് നമ്മുടെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും സ്വകാര്യത ലംഘനമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വികാരം കൊള്ളുകയാണ്. വീട്ടു നമ്പർ 0 ആയതിലുമുണ്ട് വികാരം നിറഞ്ഞ ഉത്തരം. വീടില്ലാതെ തെരുവിലുറങ്ങുന്നവരുടെ മുഴുവൻ വീട്ടു നമ്പർ 0 അപ്പോൾ സബ്കാ സാത്ത് സബ്കാ വികാസ് നടന്നില്ലേ? വോട്ടപ്പട്ടികയിൽ പിഴവുണ്ടെങ്കിൽ ഉത്തരവാദിത്തം രാഷ്ട്രീയ പാർട്ടികൾക്കെന്ന് പറഞ്ഞ ഗ്യാനേഷ് കുമാർ തോൽവിക്ക് 6 മാസത്തിനു ശേഷമുള്ള സത്യാന്വേഷണം നിലനിൽക്കില്ല എന്നാണ് ആവർത്തിക്കുന്നത്. മഹാരാഷ്ട്രയിലും മഹാദേവപുരയിലുമുള്ള പിഴവുകൾ ആവർത്തിക്കാതിരിക്കാൻ SIR ആണ് പ്രതിവിധിയെന്ന് ഉറപ്പിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഹുലും ഇന്ത്യ സഖ്യവും ബീഹാറിലെ സസാറമിൽ നിന്നും വോട്ടർ അധികാർ യാത്ര തുടങ്ങിയ ദിവസമാണിന്ന്. മഹാരാഷ്ട്രയിൽ BJPക്ക് മാത്രമായുണ്ടായ പുതിയ വോട്ടർമാരുടെ കഥ വിവരിച്ചുകൊണ്ടാണ് രാഹുലിന്റെ പ്രസംഗം. UPയിലെ വോട്ടപ്പട്ടികയിൽപ്പെട്ടവർ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ പുതിയ പട്ടികയിൽ വന്നതിന്റെ കണക്ക് റിപ്പോർട്ടേഴ്സ് കളക്ടീവ് കണ്ടെത്തിയ ദിവസം കൂടിയാണിന്ന്. ഇവിടെ കേരളത്തിൽ മിണ്ടാട്ടമില്ലാതെ നടന്ന ഒരു സഹമന്ത്രി അധിക്ഷേപം ചൊരിയാൻ വായ തുറന്ന ദിവസം കൂടിയാണെന്ന്. ഉത്തരമായോ എന്നതാണ് ചോദ്യം. CPIയിൽ നിന്നും സന്തോഷ് കുമാർ MP, P. ശ്യാംരാജ് BJPയിൽ നിന്നും, അഡ്വക്കേറ്റ് N. ലാൽകുമാർ ഇടത് സഹയാത്രികൻ, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ സുപ്രീം കോടതി അഭിഭാഷകൻ, ദാമോദർ പ്രസാദ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ BJP പ്രതിനിധിയിലേക്ക് പോകുന്നു. P. ശ്യാംരാജ്, ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 11-ാം ദിവസം വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട് തെളിവുകൾ നിരത്തിയുള്ള രാഹുൽ ഗാന്ധിയുടെ പവർ പോയിന്റ് പ്രസന്റേഷന് 11-ാം ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകുമ്പോൾ ചോദ്യങ്ങൾക്ക് മുഴുവൻ ഉത്തരം നൽകുന്നുണ്ടോ? ഏത് ചോദ്യത്തിനാണ് ഉത്തരം നൽകേണ്ടത്? ഇത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും സ്മൃതിയും ഇരുന്നിട്ട് ഇത്തരം ചോദ്യങ്ങളൊക്കെയാണ്, ഇതൊക്കെ വലിയ വാലിഡ് ചോദ്യങ്ങളാണ്, ഇതിനൊക്കെ ഉത്തരം കൊടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. ഞാനൊരു 2-3 ചോദ്യങ്ങൾ വായിക്കാം. അതിൻ്റെ ഉത്തരം സ്മൃതിക്ക് മനസ്സിലാക്കി സ്മൃതി ഒന്ന് എനിക്ക് പറഞ്ഞു തരണം. രാഹുൽ ഗാന്ധി ചോദിച്ച 2-3 ചോദ്യം ഞാൻ വായിക്കാം. 1, വ്യാജ വോട്ടും കൃത്രിമത്വവും നടക്കുന്നത് എന്തുകൊണ്ട്? 2, പ്രതിപക്ഷ നേതാക്കളെ ഭയപ്പെടുത്തുന്നത് എന്തുകൊണ്ട്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ ഏജന്റായി മാറിയോ? ഇതിനൊക്കെ എങ്ങനെ ഉത്തരം പറയും? ഇത് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളാണ്. ഇപ്പൊ സ്മൃതി ഇവിടെ ഇരുന്ന് പറയുന്ന കാര്യങ്ങൾ മൊത്തം മണ്ടത്തരമാണെന്ന് എനിക്കും ഈ പാനലിലെ എല്ലാവർക്കും അറിയാമോ എന്ന് സ്മൃതിയോട് ചോദിച്ചാൽ എന്താ പറയാ? അതൊരു ഇൻവാലിഡ് ചോദ്യമാണ്. അങ്ങനെ ഒരു ചോദ്യമേ ഇല്ല. അത് നിങ്ങളെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതല്ല, നിങ്ങളെ അപമാനിക്കാൻ വേണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ ആ ചോദ്യം തന്നെ പ്രശ്നമാണ്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ ഏജന്റായി മാറിയോ എന്നെന്തോ ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചാൽ അതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് മറുപടി പറയാനാണ്? അപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം പറയേണ്ട കാര്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് ഉത്തരം കൊടുത്തിട്ടുണ്ട്. 1 ചോദിച്ച പ്രധാനപ്പെട്ടിട്ടുള്ള ചോദ്യം എന്തായിരുന്നു? എന്തുകൊണ്ടാണ് 0 എന്നുള്ള ആ വോട്ട് വീട്ടു നമ്പർ വന്നത് എന്നുള്ളതാണ് ചോദിച്ചത്. അതിൽ സ്മൃതിയുടെ ഇൻട്രൊഡക്ഷൻ ഞാൻ കേട്ടു. അതിനകത്ത് തന്നെ നമ്മൾ ഈ സ്കൂളിലെ കുട്ടികളും കോളേജിലെ കുട്ടികളും പോലെ വെറുതെ തർക്കിക്കുന്ന പോലെ തർക്കിക്കരുത്. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ 10 വർഷത്തിനകത്ത് ഈ രാജ്യത്ത് എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. 4.5 കോടിയിലധികം ആൾക്കാർക്ക് വീട് കൊടുത്തു കഴിഞ്ഞു എന്നേ. അതിന്റെ ഒപ്പം ഇനിയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി പേരുണ്ട്, അവരുടെയൊക്കെ വീട്ടിൽ നമ്പർ 0 ആണ്. അതിനകത്ത് നിങ്ങളുടെ വാദത്തിനാണ് പ്രശ്നം. സബ്കാ സാത്ത് സബ്കാ വികാസ് ഇതുവരെ നടന്നിട്ടില്ലേ? സ്മൃതി ചോദ്യം പറഞ്ഞാണല്ലോ, ഇൻട്രൊഡക്ഷൻ പറഞ്ഞാണല്ലോ. എന്നോ ഈ നാട്ടിൽ ഇതുവരെ വികസനം നടന്നിട്ടില്ലേ? നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞോട്ടെ, എന്ന് ആര് പറഞ്ഞു? സബ്കാ സാത്ത് എന്ന് തന്നെയാണ് വേണ്ടത് സ്മൃതി. 100 കോടി 140 കോടി ജനങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായിട്ടുള്ള റഷ്യയുടെ ടോട്ടൽ പോപ്പുലേഷൻ എത്രയാ? 15 കോടി. അമേരിക്കയുടെ ടോട്ടൽ പോപ്പുലേഷൻ എത്രയാ? 32 കോടി. നമ്മുടെ ഒരു സ്റ്റേറ്റിലുണ്ട് അത്രയും പോപ്പുലേഷൻ. വിഷയത്തിലേക്ക് ഞാൻ വരുന്നു. ഇവിടെ കാരണം എന്താണ്? 0 എന്നുള്ള വീട്ടു നമ്പർ ഉണ്ടാകാനുള്ള കാരണമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് എന്താണ്? അത് അത്തരത്തിൽ നമ്മുടെ വീടില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും പാലത്തിന്റെ അടിയിൽ കിടന്നിറങ്ങുന്ന ആളുകൾ അവരെ വരെ വോട്ട് ചെയ്യിക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് സാധിച്ചു. അത് കേരളത്തിലും വന്നിട്ടില്ലേ?
കേരളത്തില് കോഴിക്കോട് കോർപ്പറേഷനകത്ത് ഒരു വീട്ടു നമ്പറിൽ തന്നെ 327 തുടർന്നു അങ്ങനെ വന്നിട്ടില്ലേ? അപ്പോൾ സ്മൃതി തിരിച്ചു ചോദിക്കുക, എന്താ എവിടെ പോയി നമ്മുടെ വികാസം, എല്ലാം ശരിയായിട്ട് എന്താ ശരിയായില്ല എന്ന് തിരിച്ചു ചോദിക്കുമോ? അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില കാര്യങ്ങളാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിച്ചിട്ടുള്ളത് മുഴുവൻ ആളെ കൊണ്ടും വോട്ട് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഇനി ഞങ്ങൾ തുടക്കം മുതൽ പറയുന്ന ഒരു പോയിന്റ് ഇത് തന്നെയാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയും അല്ലെങ്കിൽ ഇതര രാഷ്ട്രീയ കക്ഷികളൊന്നും തുടക്കത്തിൽ ഒരു ആരോപണം ഉന്നയിക്കാതിരുന്നത് ഈ സീറോ കൂട്ടിയുള്ള വീട്ടു നമ്പറുകളിൽ പോലും? കാരണം അവിടെയുള്ള കോൺഗ്രസിന്റെയും ഇതര രാഷ്ട്രീയ കക്ഷികളുടെയും ലോക്കൽ പ്രവർത്തകർക്ക് അറിയാമായിരുന്നു ഇതിങ്ങനെയാണ്. ഈ ആളുകളെ അവർക്ക് പരിചയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ആരോപണം ഉന്നയിക്കാതിരുന്നത്. ഇനി അതിനുശേഷം മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ശ്രീ രാഹുൽ ഗാന്ധി പുതിയ ആരോപണമായിട്ട് ഉന്നയിച്ചുകൊണ്ട് വരികയാണ്. പിന്നെ ഇത്തരത്തില് പിന്നെ ഈ കാര്യങ്ങളൊക്കെയാണ് പറയാൻ വേണ്ടിയിട്ട്, വാലിഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളത്. മഹാരാഷ്ട്രയിലെ കാര്യം പറഞ്ഞു. മഹാരാഷ്ട്രയിലെ കാര്യങ്ങൾ എടുത്തെടുത്ത് ഈ കോൺഗ്രസ് പാർട്ടി ചോദിക്കും. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ഒരു 5 വർഷത്തിനകത്ത് ഈ രാജ്യത്ത് എത്ര തെരഞ്ഞെടുപ്പുകൾ നടന്നു? ആ നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഏതൊക്കെ സ്റ്റേറ്റിലാന്നേ? BJP ജയിച്ച സ്റ്റേറ്റുകളിൽ അതുകൊണ്ടാണ് BJPയുടെ അസാധാരണ ജയത്തിലുണ്ടായ സംശയമാണല്ലോ ഒരു അന്വേഷണത്തിലേക്ക് പോകാനുള്ള കാരണമായിട്ട് രാഹുൽ പറയുന്നത്. ഒറ്റ കാര്യമേ ഉള്ളൂ. അല്ലല്ല ശ്യാംരാജ്, ഇത് കണക്കുകൾ അല്ലല്ല ശ്യാംരാജ്, രാഷ്ട്രീയമായി രാഹുൽ ഗാന്ധി ചോദിച്ച 5 ചോദ്യങ്ങൾ അതവിടെ നിൽക്കട്ടെ. താങ്കൾ പറഞ്ഞ ശരിയാണ്. അതിനെങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയുക? അതവിടെ നിൽക്കട്ടെ. രാഷ്ട്രീയ പാർട്ടികൾ പറയേണ്ട മറുപടി ആയിരിക്കാം. പക്ഷേ ഈ പറയുന്നുണ്ടല്ലോ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 4 മാസത്തിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1 കോടി പുതിയ വോട്ടർമാർ വരികയാണ്. ഈ 1 കോടി പുതിയ വോട്ടർമാർ മുഴുവൻ BJPക്ക് വോട്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു സംഭവവികാസം, അങ്ങനെയുള്ള ഒരു പ്രതിഭാസം, അത് ഇലക്ഷൻ കമ്മീഷന്റെ മാജിക് ആണെന്ന് പറയുന്നു. അപ്പോൾ അതിനൊക്കെ അതൊരു ചോദ്യം പരിഹസിക്കാനാണെങ്കിൽ കൂടി അതിന് മറുപടി വേണ്ടേ? മറുപടി പറഞ്ഞോ കമ്മീഷൻ? എന്റെ ചോദ്യം സ്മൃതി, ആ മുഴുവൻ ആളുകളും BJPക്ക് തന്നെയാണോ വോട്ട് ചെയ്തത്? അത് ആര് പരിശോധിക്കുന്നേ? ആരോപണം അങ്ങോട്ട് ഉന്നയിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കണ്ടേ? 45 ദിവസം കഴിഞ്ഞാൽ കട അടച്ചു പൂട്ടി ഇനി ചോദിക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്നതിൽ എന്ത് മര്യാദയാണുള്ളത്? അത് ശരിയായ ഉത്തരമാണോ? മാത്രമല്ല, വോട്ട് കൊള്ള എന്നൊക്കെ പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് അദ്ദേഹം പറയുന്നു. അന്വേഷണം നടത്തില്ല എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്. അന്വേഷണം നടത്തില്ല, അതെന്തൊരു മറുപടിയാണ്? സ്മൃതി, ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇത് ഈ 45 ദിവസം കഴിഞ്ഞാൽ കടയടച്ചു പൂട്ടും എന്നൊക്കെ രാഷ്ട്രീയപരമായിട്ട് രാഹുൽ ഗാന്ധിക്ക് ഉന്നയിക്കാം. സ്മൃതിയെ പോലെ നിഷ്പക്ഷമായിട്ടൊരു മാധ്യമ പ്രവർത്തകർക്ക് എങ്ങനെ ഉന്നയിക്കാൻ കഴിയും? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയാനുള്ള കാരണം എന്താണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയാനുള്ള കാരണം എന്താണ്? സുപ്രീം കോടതിയുടെ ഓർഡർ ഉണ്ടെന്ന്. 2019 ഇവർ കമൽനാഥ് നടക്കുമ്പോൾ സുപ്രീം കോടതി അല്ലല്ല, നമുക്ക് അതിൽ ക്ലാരിറ്റി വരുത്തി പോകാം. നമുക്ക് നമ്മുടെ കൂടെ സുപ്രീം കോടതി അഭിഭാഷകരുണ്ടല്ലോ, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ. അതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്. ഞങ്ങളായിട്ട് ആദ്യം പറഞ്ഞതല്ല. ഇവിടെ സുപ്രീം കോടതി ഉത്തരവുണ്ടല്ലോ, സ്വകാര്യതാ ലംഘനം, അതായത് വോട്ടപ്പട്ടികയുമായി ബന്ധപ്പെട്ട മെഷീൻ റീഡബിൾ വോട്ടപ്പട്ടിക പരസ്യപ്പെടുത്തിയാൽ അത് സ്വകാര്യതാ ലംഘനമാണെന്ന് സുപ്രീം കോടതി തന്നെ 2019 പറഞ്ഞിട്ടുണ്ട് എന്ന്. എന്താണ് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി പറഞ്ഞത്? അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇതിൽ ക്ലാരിറ്റി വരുത്തിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. സുപ്രീം കോടതിയിൽ പണ്ട് 2018 കോൺഗ്രസ് നേതാവ് കമൽനാഥ് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിരുന്നു. അതിൽ അദ്ദേഹത്തിന്റെ ആവശ്യം ഈ ഇലക്ട്രൽ റോള് അത് കംപ്ലീറ്റ് ആയിട്ട് ഡിജിറ്റൈസ് ചെയ്ത് പബ്ലിഷ് ചെയ്യുമ്പോൾ PDF ഫോർമാറ്റിൽ വേണം വായിക്കാൻ കഴിയണമെന്നായിരുന്നു ആവശ്യം. അതിൽ അന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത്, ഞങ്ങൾക്കൊരു ഇലക്ട്രൽ മാനുവൽ ഉണ്ട്, അതിൽ പറയുന്നതനുസരിച്ചിട്ട് ഇത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്, ഇലക്ഷൻ മാനുവല്. പക്ഷെ അത് കൂടാതെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു ഡയറക്ഷൻ കിട്ടിയിട്ടുണ്ട്, ഇതിൽ നിന്നുള്ള പേരും അഡ്രസ്സും ഫോട്ടോയും ഒക്കെ മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അത് പബ്ലിഷ് ചെയ്യുമ്പം JPG ഫോർമാറ്റിൽ ഒരു പിക്ചറായിട്ട് കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വോട്ടേഴ്സിന്റെ പ്രൈവസി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ കൊടുക്കുന്നതെന്ന് ഒരു വാദം ഉന്നയിച്ചു. സുപ്രീം കോടതി അത് പരിശോധിച്ചിട്ട് സുപ്രീം കോടതി പറഞ്ഞു, ഇലക്ഷൻ മാനുവലിൽ പറയുന്നുണ്ട് കൃത്യമായിട്ട് PDF ആയിട്ട് പബ്ലിഷ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ടെക്സ്റ്റ് മോഡ് എന്നുകൂടി പറയുന്നുണ്ട്. അതിനകത്ത് ഫുൾ സെർച്ച് ചെയ്യാൻ പറ്റണം എന്നുള്ളത് ഒഴികെ JPG ഫോർമാറ്റിൽ കൊടുക്കരുത് എന്ന് പറയുന്നില്ല. അപ്പൊ ഇലക്ഷൻ കമ്മീഷനെ ഞങ്ങൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഈ ഒരു സ്റ്റേജിൽ ഇലക്ഷൻ കമ്മീഷൻ ഒരുപക്ഷെ പ്രൈവസി, അതായത് ആളുകളുടെ
സ്വകാര്യത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ചെയ്തതായിരിക്കാം. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ചെയ്ത കാര്യത്തിൽ ഞങ്ങൾ തെറ്റ് കാണുന്നില്ല. ഈ കാര്യം ഇങ്ങനെ പബ്ലിഷ് ചെയ്യുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത ഒരു ഡയറക്ഷൻ ഉണ്ട് ബൂത്ത് ലെവൽ ഓഫീസേഴ്സിനൊക്കെ. ആ കൊടുത്തനുസരിച്ചിട്ടാണ് പിന്നെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ റെപ്രസെന്റേറ്റീവിന് ഇത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇമേജ് ആയിട്ട് മാത്രം സ്കാൻഡ് PDF കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നാണ് സുപ്രീം കോടതി ആ വിധിയിൽ പറയുന്നത്. പക്ഷെ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതും കൊടുത്തിട്ടില്ലല്ലോ. ഇമേജ് ആയിട്ടുള്ള ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയത് സെർച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള PDF അല്ല എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അതെ. ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ. അന്ന് സുപ്രീം കോടതി പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ ഒരിക്കലും ടെക്നോളജി അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ PDF ഇത് പബ്ലിഷ് ചെയ്യരുതെന്നൊന്നും ഇല്ല. കുറെ കൂടെ സുതാര്യമായിട്ട് ഇത് നടത്തരുതെന്ന് സുപ്രീം കോടതി പറഞ്ഞില്ല. സുപ്രീം കോടതി പറഞ്ഞത് ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന കാര്യങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്തുന്നുണ്ടെങ്കിൽ അത് അവരുടെ കൊടുത്തിരിക്കുന്ന ഡയറക്റ്റീവ് അനുസരിച്ചുവാണെങ്കിൽ ഇലക്ഷൻ മാനുവലിന്റെ ഒരു വയലേഷൻ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ ഇപ്പൊ ഇടപെടേണ്ടതില്ലെന്ന് മാത്രമേ പറയുന്നുള്ളൂ. മാത്രമല്ല ഇത് ദുരുപയോഗമായിട്ട് എങ്ങനെയാണ് കാണാൻ പറ്റുക? ദുരുപയോഗമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇവിടെ പ്രതിപക്ഷ നേതാവ് ചോദിക്കുകയാണ് അതിന്റെ തെളിവുകൾ. അപ്പോൾ അത് ദുരുപയോഗമാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കുന്നെങ്കിൽ അത് ആരുടെ തീരുമാനമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ സന്തോഷ് കുമാർ MP അദ്ദേഹം ബീഹാറിൽ യാത്രയ്ക്കൊപ്പമാണ്. ഇന്ത്യ സഖ്യത്തിന്റെ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. 13 സ്ഥലങ്ങളിലൂടെ കടന്നു പോകാൻ പോകുന്നു. ശ്രീ സന്തോഷ് കുമാർ, ആദ്യ ദിവസം എങ്ങനെ? ആദ്യ ദിവസമൊക്കെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ ബീഹാറിൽ മാത്രമായി ആരംഭിച്ച് പിന്നെ MP ഏറ്റെടുത്ത് MP മാർച്ച് നടന്ന് അങ്ങനെ മുന്നോട്ട് പോയ ഒരു സമരം ഇന്നിപ്പോ ബീഹാറിൽ ആകെ വലിയ ജനപങ്കാളിത്തത്തോടെയാണ് നടക്കുന്നത്. ഈ വിഷയം ഇപ്പൊ രാജ്യത്തിന്റെ ആകെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നായിട്ട് മാറിക്കഴിഞ്ഞു. ഞാൻ ഈ തിരക്കിനിടയിൽ നിങ്ങൾ വിളിച്ചതിൽ വളരെ സന്തോഷം. ഇന്ന് തന്നെ ഇലക്ഷൻ കമ്മീഷൻ പത്രസമ്മേളനം നടത്തിയുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ വിഷയം ഉന്നയിക്കപ്പെട്ട് കുറെ ദിവസങ്ങളായി. ഇടയ്ക്ക് തൃശ്ശൂരിലെ കാര്യം പൊന്തി വന്നു, മഹാദേവപുര വന്നു. കുറെ ദിവസത്തിന് ശേഷം ഈ ദിവസം തന്നെ ഏതാണ്ട് ഒരു മുഹൂർത്തം നോക്കി ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനം നടത്തിയിട്ട് പഴയ ബാലിശമായ വാദങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതല്ലാതെ ഒന്നും അവർക്ക് പ്രത്യേകിച്ചിട്ട് സ്ഥാപിച്ചിട്ടില്ല. ഇവിടെ വോട്ടർ പട്ടികയെ സംബന്ധിച്ച് വളരെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം നേരത്തെ നമ്മുടെ ബഹുമാനായ അഭിഭാഷക സുഹൃത്ത് പങ്കുവെക്കുകയുണ്ടായി. ഞങ്ങളൊരു പുതിയ AI ടൂളിന്റെ സഹായത്തോടു കൂടിയിട്ട് നിലവിലുള്ള വോട്ടർ പട്ടിക PDF ഫയൽ അതിനകത്ത് എല്ലാ ഇമേജ് രൂപത്തിൽ കിട്ടുന്നത് പരിശോധിക്കാൻ ഒതുങ്ങുന്ന തരത്തിൽ ഒരു പുതിയ സംവിധാനം ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സംഭവിക്കുക ധാരാളമായ തട്ടിപ്പുകൾ പുറത്തേക്ക് വരും പല സംസ്ഥാനങ്ങളിലെയും. BJP ഇലക്ഷൻ കമ്മീഷനെ ദുരുപയോഗപ്പെടുത്തുന്നു എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമല്ല. ഇലക്ഷൻ കമ്മീഷൻ സംബന്ധിച്ച് നേരത്തെയും ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 1951-52 കാലത്ത് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് ആക്ഷേപം ഉണ്ടായി. ജനസംഘത്തിനും RSSനും BJPക്കും തന്നെയുള്ള ആക്ഷേപങ്ങൾ അവർ പല കാലത്തിൽ ഉന്നയിച്ചു. ഇപ്പൊ ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികൾ എന്തെങ്കിലും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നു എന്ന് പറയുന്നത് ഇന്ത്യ ചരിത്രത്തിൽ ഒരു പുതിയ കാര്യമല്ല. അത് BJP സുഹൃത്തുക്കൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സന്തോഷ് കുമാർ, അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ചൊരു കാര്യമുണ്ട്. SIR ആണ് ശുദ്ധീകരണത്തിനുള്ള വഴി. അങ്ങനെ ശുദ്ധീകരിച്ച് ക്ലീൻ സ്ലേറ്റിൽ നിന്ന് തുടങ്ങുക എന്നതാണ് SIR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് പ്രതിവിധിയെന്ന് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ പ്രതിപക്ഷം പരാതി എപ്പോൾ തരുന്നു? ഇപ്പോൾ ബീഹാറിൽ വലിയ രീതിയിൽ ക്രമക്കേടുണ്ട് എന്ന് പറയുമ്പോൾ, കുറെ പേർ പുറന്തള്ളപ്പെട്ടു എന്ന് പറയുമ്പോൾ നിങ്ങൾ പരാതി നൽകിയോ? രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ്. ഇതാണ് പറയുന്നത്. 15 ദിവസം ഞാൻ ഈ വാദം സ്ഥിരമായി ഉന്നയിക്കുന്നതുകൊണ്ട് ഞാൻ അതിനൊരു ഉത്തരം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധപ്പെടുത്തട്ടെ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടമായപ്പോ ബഹുമാന്യനായ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അന്ന് ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. അദ്ദേഹം മുസ്ലിമുകളെ മുഴുവൻ വളരെ അപമാനിക്കുന്ന ഒരു പ്രസംഗം നമ്മളെല്ലാം കേട്ടതാണ്. ആ പ്രസംഗം നിങ്ങളുടെ താലിമാല പോലും കൊണ്ടുപോകൂ എന്ന് തുടങ്ങുന്ന ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. അതെ, ഞാൻ പറഞ്ഞു ഇലക്ഷൻ കമ്മീഷന് ഞങ്ങൾ രേഖാമൂലം കൊടുത്തു. രേഖാമൂലം കൊടുത്തു പറഞ്ഞാൽ അതിനകത്ത് എഗ്രീവ്ഡ് ആയിരിക്കുന്ന ആളുകൾ. ഞാൻ രേഖാമൂലം പരാതി കൊടുത്ത ഒരാളാണ്. എനിക്ക് അതിനുള്ള ലോക്കൽ സ്റ്റാൻഡി ഉണ്ട്. എത്രയോ ആളുകൾ കൊടുത്തു. ആ പ്രസംഗം നമ്മളെല്ലാം കേട്ടു. സാമാന്യമായി അത് മനസ്സിലാക്കാൻ കഴിയുന്നവർക്കെല്ലാം അത് അങ്ങേയറ്റം ജനവിരുദ്ധമായ ഒരു ന്യൂനപക്ഷ വിരുദ്ധമായ ഒരു പ്രസംഗമാണെന്ന് അറിയാം. എന്തെങ്കിലും ഒരു പരാതി ഒരു തീരുമാനം എടുത്തു ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ എന്തോരം പരാതി അടക്കുന്നു. ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ പ്രതിപക്ഷം ഉന്നയിച്ച ഈ പ്രതിപക്ഷം എന്നൊക്കെ പറയുന്നതും വർഷങ്ങളെ അനുഭവ സമ്പത്തുള്ള നേതാക്കന്മാരും പാർട്ടികളുമാണല്ലോ. ഇന്നിപ്പോ പ്രതിപക്ഷത്തിരിക്കുന്നു, ശരി, ഞാൻ സമ്മതിച്ചു. പക്ഷെ 100 വർഷം പൂർത്തിയായ പാർട്ടികൾ, ഒട്ടേറെ തെരഞ്ഞെടുപ്പ് കണ്ടവർ, ഒട്ടേറെ മന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, പ്രധാനമന്ത്രി, ഒരു വലിയ നിരയാണല്ലോ ഈ ഭാഗത്ത് ഇരിക്കുന്നത്.
അത് അപ്പൊ ഒരു പരാതിയെങ്കിലും സ്വീകരിച്ചിട്ട് പ്രതിപക്ഷം പറഞ്ഞത് ശരിയാണ് എന്ന് നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടോ? അല്ല, തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച പ്രസംഗം മോദി നടത്തിയതിൽ കേസ് എടുക്കാൻ തയ്യാറായ ലവാസ പിന്നീട് രാജിവെക്കേണ്ടി വന്നു. അദ്ദേഹത്തിനെതിരെ പിന്നീട് കേസുകൾ വന്നു. അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് ഏതാണ്ട് നിങ്ങളൊന്ന് കിട്ടി അങ്ങ് തന്നിരുന്നെങ്കിൽ എത്ര സന്തോഷമായിരുന്നേനെ. ഞങ്ങൾ എടുക്കുമെന്ന് പറയുമ്പോഴൊക്കെ ഒരു നമ്മൾ പരിശോധിച്ചാൽ മതി. ഇതിനകത്ത് എന്താണ്? ഇതിനകത്ത് ഉന്നയിക്കപ്പെട്ടത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ പരസ്പരം പറയുന്നത് പോലെ ഒരു സാധാരണമായ ആരോപണമല്ല. ഇപ്പൊ കള്ളവോട്ട് സംബന്ധിച്ച ആരോപണം, വ്യാജവോട്ട് സംബന്ധിച്ച ആരോപണം ഒക്കെ വളരെ മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, ഞങ്ങളെ പേരിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ അതൊക്കെ ഒരു പാപത്തിന് വേണ്ടി ശരിവെക്കാം. ഇവിടെ എന്താണ്? ഒരു പ്രക്രിയയെ തന്നെ അട്ടിമറിക്കുന്ന തരത്തിൽ ആയിരക്കണക്കിന് വോട്ടുകൾ കൂട്ടിച്ചേർക്കുന്നതിൽ കമ്മീഷൻ കൂട്ടുനിന്നു എന്നതാണ് പ്രശ്നം. അത് മഹാരാഷ്ട്രയുടെ കാര്യം എന്താണ്? മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കോൺഗ്രസും ആ സഖ്യവും കൂടുതൽ സീറ്റുകൾ വിജയിക്കുന്ന സ്ഥിതി ഉണ്ടായി. അത് കഴിഞ്ഞ് ഏതാനും മാസത്തിന് ശേഷം ഇലക്ഷൻ നടക്കുമ്പോൾ അപ്രതീക്ഷിതമായി വോട്ടർമാരുടെ പട്ടികയ്ക്കകത്ത് ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുകയാണ്. എവിടെ നിന്നോ ആയിരക്കണക്കിലധികം വോട്ടർമാർ വരുന്നു. 10ഉം 75ഉം വയസ്സുള്ള ആളുകൾ പുതിയ വോട്ടർമാരായിട്ട് വരുന്നു. ഈ പ്രതിഭാസത്തെ എങ്ങനെയാണ് വിശദീകരിക്കേണ്ടത്? ഇപ്പൊ തൃശ്ശൂരിന്റെ കാര്യത്തിൽ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, തൃശ്ശൂരിന് പുറത്തുള്ള നൂറുകണക്കിന് വോട്ടർമാർ വരുന്നു. നിങ്ങളുടെ ജാഗ്രത കുറവല്ലേ നിങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ ശരി, ഞാനൊരു ഭാവത്തിന് വേണ്ടി അതൊക്കെ നമ്മളൊരു ചർച്ചയുടെ സുഗമമായ നടത്തുന്ന വേണ്ടി സമ്മതിക്കാം. പക്ഷേ ഇലക്ഷൻ കമ്മീഷന്റെ ഒത്താശയില്ലാതെ ആയിരക്കണക്കിന് വോട്ടർമാർക്ക് പൊടുന്നനവെ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ കൂടിച്ചേരാൻ കഴിയില്ല. ഇതാണ് വിശദീകരിക്കേണ്ട ആദ്യത്തെ കാര്യം. അതിന് പകരം നിങ്ങൾ സമയത്തിന് എത്തിയില്ലല്ലോ, 10:45 മീറ്റിംഗിന് എത്തേണ്ടതല്ലേ, 10:50 പോയി, അവിടെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയില്ല. ഈ മാതിരി വിദണ്ഡവാദങ്ങള് ഒരു ഭരണഘടനാ കമ്മീഷൻ പറയരുത്. ഇപ്പൊ കെ സുരേന്ദ്രൻ പറഞ്ഞ പോലെ തന്നെ അവർക്ക് പറയാം, BJPക്ക് പറയാം, ഞാൻ സമ്മതിക്കുന്നു, അവർക്ക് അവരുടേതായ വാദങ്ങൾ ഉന്നയിച്ച് പോയിക്കോട്ടെ. പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ എന്താണ്? ഇത്ര ഗുരുതരമായ ഒരു പ്രശ്നം വന്നാൽ അവർ അതിനൊരു ഉത്തരം പറയണം, ഒരു അന്വേഷണം നടത്തണം. സുവമോട്ടോ, ഞാൻ അതിന് കേസെടുക്കാൻ വകുപ്പുണ്ടോ എന്നുള്ളത് എനിക്ക് കൃത്യമായില്ല. പക്ഷെ ഈ പ്രശ്നത്തെ ഞങ്ങൾ ഗൗരവമായി കണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവും 300 MP ഉന്നയിച്ച ഒരു പ്രശ്നമാണ്. ശരി, ഞങ്ങളൊരു എൻക്വയറി നടത്തിയിട്ട് ഞങ്ങൾ ഇത് പറയുന്നു. അതല്ല പറയുന്നത്, നിങ്ങൾ തന്നില്ലല്ലോ, ഇന്നത്തെ ദിവസം തന്നെ പത്രസമ്മേളനം നടത്തുക. എന്നിട്ട് ഈ യാത്രയുടെ ശോഭ കെടുത്താൻ പറഞ്ഞ ഡൈവേർഷൻ ഓഫ് അറ്റൻഷൻ ആണ്, അങ്ങനെ നടത്തുന്ന ശ്രമമാണ്. അപ്പൊ അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഈ കാര്യത്തിൽ എളുപ്പത്തിലൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. വളരെ വളരെ ജനം കാണുന്നുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ചു പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതും ജനം കാണുന്നുണ്ട്. എത്രത്തോളം വ്യക്തത? ചോദ്യങ്ങൾക്കാണോ വ്യക്തത, ഉത്തരത്തിനാണോ വ്യക്തത? ഒരു യാത്രയാവും. ഞാൻ ഒന്നും കൂടെ പറയാം. ജനം കാണുന്നുണ്ട് 2003 സുപ്രീം കോടതി വിധി മറികടക്കാൻ വേണ്ടി എങ്ങനെയാണ് ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായി ഇലക്ഷൻ കമ്മീഷനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു ബില്ല് കൊണ്ടുവന്നത് എന്നും എങ്ങനെയാണത് പാസ്സാക്കി എടുത്തത് എന്നും ജനം കാണുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം കാണുന്നുണ്ട് എന്ന് മാത്രമേ എനിക്കും പറയാനുള്ളൂ. ശരി, വളരെ നന്ദി ശ്രീ സന്തോഷ് കുമാർ MP യാത്രക്കിടെ നമ്മളോടൊപ്പം പങ്കെടുത്തതിന്. ഞാൻ ലാൽകുമാറിലേക്ക് പോകുന്നു. ലാൽകുമാർ, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള 1.5 മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനമായിരുന്നു. വളരെ വിശാലമായി തന്നെ മാധ്യമങ്ങൾക്ക് ചോദ്യം ചോദിക്കാം, അതിനുള്ള ഉത്തരം എന്ന രീതിയിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എന്താണോ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഗുരുതരമായ ആരോപണം എന്ന വാക്ക് ഒരുപക്ഷെ തെറ്റായിരിക്കും, തെളിവുകളാണല്ലോ പുറത്തേക്ക് വന്നത്. ആ തെളിവുകളിൽ കൃത്യമായ ഒരു മറുപടിയുണ്ടോ? കാരണം ഈ വോട്ടുകൊള്ള എന്ന വാക്കാണ് കമ്മീഷനെ പൊള്ളിക്കുന്നത്. അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയുന്നു, അന്വേഷണമില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ പ്രതികരിക്കുന്നു. മാത്രമല്ല, ഹിന്ദിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിന് പോലുമുണ്ട് കേന്ദ്ര സർക്കാരിന്റെ നയം എന്ന് വേണം കരുതാൻ. അല്ല, ഇവിടെ പൊതുവെ വന്നൊരു കാര്യം, ഇപ്പം BJPയുടെ വക്താവ് ശ്യാം പറഞ്ഞത് ഈ 000 എന്ന അഡ്രസ്സ് അത് ഇൻക്ലൂസീവ്നെസ്സിൻ്റെ ഭാഗമാണ്. ഒരുപാട് പേരെ ആൾക്കാരെ വോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കുടുംബമില്ലാത്ത അല്ലെങ്കിൽ വീടില്ലാത്ത, ജീവിക്കാൻ സാഹചര്യം ഇല്ലാത്തവർക്ക് വോട്ട് ചെയ്യാനുള്ള ജനാധിപത്യ അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് എന്നുള്ള വാദം പൂർണ്ണമായി നമുക്ക് അംഗീകരിക്കാൻ പറ്റും. പക്ഷേ ഈ 000 എന്ന അഡ്രസ്സിൽ താമസിക്കുന്ന ആളുടെ അച്ഛൻ്റെ പേര് LMNO PQ എങ്ങനെ ആകുന്നുള്ളതാണ് എനിക്ക് മനസ്സിലാത്തത്. അങ്ങനൊരു കാര്യമില്ലേ? കാര്യം വഴി കിടക്കുന്ന ഒരാൾക്കും അയാളുടെ അത് ഞാൻ ചോദിച്ചത് കാര്യം 000 എന്നുള്ളതാണ് ഈ വഴി കിടക്കുന്ന അത് മിണ്ടത്തില്ല. LMNO PQ എന്ന് പറഞ്ഞ അച്ഛൻ എവിടാ? ശ്യാമും അത് പറഞ്ഞില്ല. ശ്യാമിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവും. ശ്യാമിനോട് എനിക്ക് വ്യക്തിപരമായ എതിർപ്പൊന്നുമില്ല. LMNO PQ എന്നുള്ള അച്ഛൻ്റെ കാര്യം പറയണ്ടേ ഇലക്ഷൻ കമ്മീഷൻ? നമ്മൾ സാധാരണ എഴുതുന്ന LMNO PQ ആണോ? ഈ വിഷയമായിരുന്നു ഇവിടെ ആദ്യം എടുത്തോടെ പറയേണ്ടത്. LMNO PQ എന്ന് പറയുന്ന അച്ഛൻ ആരാന്ന് നമുക്കറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ അതിനകത്ത് ഇലക്ഷൻ കമ്മീഷൻ നോക്കുന്നത് എന്താ? രാഹുൽ ഗാന്ധി ആ ഡോക്യുമെൻ്റ് ഹോൾഡേഴ്സിൻ്റെ പ്രൈവസി ബ്രീച്ച് ചെയ്തു. അത് ആ ഡോക്യുമെൻ്റ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ തീരുമാനിച്ചോളൂ. എൻ്റെ ഡോക്യുമെൻ്റ് എടുത്ത് ഉയർത്തി കാണിക്കുക രാഹുൽ ഗാന്ധി കാണിക്കുന്നെങ്കിൽ എനിക്കത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഡീൽ ചെയ്തോളാം. അത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഡ്യൂട്ടി അല്ല. മേ ബി ഇതിൻ്റെ കസ്റ്റോഡിയൻ ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കാം. അതിൻ്റെ പ്രൈവസിക്ക് ഇലക്ഷൻ കമ്മീഷൻ മിടുക്കുള്ളവരല്ലേ? കേസിന് പോട്ടെ. ഇലക്ഷൻ കമ്മീഷന് രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് പോരുതോ? പോകണമല്ലോ, പോട്ടെ.
അപ്പോൾ LMNOPQ അച്ഛൻ ആരാന്ന് പറയാത്ത ഇലക്ഷൻ കമ്മീഷന് അത്രേ ഉള്ളൂ ഇവിടുത്തെ ശക്തി. ഇതാണ് സത്യം. ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദം എന്താണ്? റൂൾ 23B പ്രകാരം അഫിഡവിറ്റ് കൊടുക്കണം. അതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. മുൻ ഇലക്ഷൻ കമ്മീഷൻ OP റാവത്ത്, സത്യം പറഞ്ഞാൽ ഞാൻ ആ പ്രൊവിഷനോടെ പോകാൻ പറ്റിയില്ല, OP റാവത്ത് കരൺ താപ്പറിന് കൊടുത്തൊരു ഇൻ്റർവ്യൂവിനകത്ത് വ്യക്തമാക്കുന്നുണ്ട്. എന്താണ് ഈ പ്രൊവിഷൻ, ഈ റൂള് ഇതിൻ്റെ പർപ്പസിനെ അല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഇലക്ഷൻ കമ്മീഷൻ ഇത് പറയാൻ നാണോ ഇല്ലേ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇത് ചോദിക്കുന്നത്. OP റാവത്ത് മുൻ ഇലക്ഷൻ കമ്മീഷനാണ്, ചീഫ് ഇലക്ഷൻ കമ്മീഷൻ. ഇതിൻ്റെ പർപ്പസ് എന്താണെന്നറിയാമോ? ഒരു റിവിഷൻ സംഭവിക്കുമ്പം, അതായത് റിവിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ആരെങ്കിലും പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒബ്ജക്റ്റ് ചെയ്യാൻ നേരത്തെ അവരിൽ നിന്ന് മേടിക്കുന്ന അഫിഡവിറ്റാണ് ഈ പറയുന്ന ഓത്തിൽ അഫിഡവിറ്റാണ് മേടിക്കുന്നത്. അതിനകത്തുള്ള പ്രൊവിഷൻ മേയുമാണ്, ഷാലല്ല. വേണമെങ്കിൽ ഇറ്റ് ഈസ് ഫുള്ളി വിതിൻ ദ ഡിസ്ക്രിഷൻ ഓഫ് ദ കോർട്ട്, ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷൻ ഒരു ജുഡീഷ്യൽ ബോഡിയൊന്നുമല്ല. ഇലക്ഷൻ കമ്മീഷൻ ജുഡീഷ്യൽ ബോഡിയൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും അഡ്ജുഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ ജോലിയൊന്നുമല്ല. നോക്കൂ, നിങ്ങളുടെ മുന്നിലേക്ക് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ചെറിയ ആളല്ല. ആ ആള് ആരായാലും, അതിപ്പോൾ നരേന്ദ്രമോദി ഇരിക്കുകയാണെങ്കിലും മറ്റൊരാൾ ഇരിക്കുകയാണെങ്കിലും, ഇന്ത്യയിൽ അരുൺ ജെയ്റ്റ്ലി ഇരുന്നപ്പോഴും പ്രതിപക്ഷ നേതാവാണ്. ആ പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്ന ഒരു കാര്യം വലിയ ശബ്ദത്തോടു കൂടി നിങ്ങളുടെ മുന്നിലേക്ക് ഒരു കാര്യം കൊണ്ടിരുന്നു. അതിനൊരു അന്തസ്സായിട്ടുള്ള മറുപടി ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കണ്ടേ? എനിക്ക് സത്യം പറഞ്ഞാൽ ശ്യാം പറയേണ്ട വാദം എനിക്ക് പ്രശ്നമേ ഇല്ല. ശ്യാം എന്ത് വേണേൽ പറഞ്ഞോട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ്റെ എന്നാ മറുപടി വേണ്ടേ? ശ്യാമിൻ്റെ വാദം പലപ്പോഴും ഇലക്ഷൻ കമ്മീഷൻ്റെ വാദമായി മാറുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് പോട്ടെ, അദ്ദേഹം എങ്ങനെ വേണം ഡിഫെൻഡ് ചെയ്തോട്ടെ. ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് എന്തൊക്കെയാ? ശ്യാമിന്റെ പാർട്ടിയുടെ വാദം ഇലക്ഷൻ കമ്മീഷന്റെ വാദമാകുന്നു. ചെയ്തില്ല. ഈ 45 അതാ അത്രേ ഉള്ളൂ. അതാണ് അടുത്ത പ്രശ്നം. അപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ വാദം ശ്യാമിന്റെ വാദമാകുമല്ല, ശ്യാമിന്റെ പാർട്ടിയുടെ വാദം ഇലക്ഷൻ കമ്മീഷന്റെ വാദമാകുകയാണ്. അതാണ് അവിടുത്തെ പ്രത്യേകത. സ്മൃതി പറഞ്ഞാണ് കറക്റ്റ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ തുടങ്ങിയത്. 45 ദിവസം ലിമിറ്റേഷൻ പീരീഡാണ് ഒരു ഇലക്ഷൻ പെറ്റീഷൻ്റെ. നമ്മളിത് ഇതും കൊണ്ട് നടക്കുന്ന ആളല്ലേ. ഇലക്ഷൻ പെറ്റീഷൻ, ഇപ്പോൾ നിങ്ങൾക്കൊരു ഇലക്ഷൻ ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ വിതിൻ 45 days യു ഷുഡ് അപ്രോച്ച് ദ ഹൈക്കോർട്ട്. ഇതാണ് ആ പെറ്റീഷൻ്റെ ലിമിറ്റേഷൻ. 45 ദിവസമേ ഉള്ളൂ. ഇതാണ് ഈ 45 എന്ന് പറയുന്ന കണക്ക് വരുന്നത്. ഞാൻ 46ാമത്തെ ദിവസമോ 50ാമത്തെ ദിവസമാണ് ഒരു ഫ്രോഡ് നടക്കുന്നതിനെ കുറിച്ച് അറിയുന്നത്. ഒരു ഇലക്ഷൻ പെറ്റീഷൻ പോകാൻ പറ്റാത്തപ്പോഴും ഇത് രാജ്യത്ത് എനിക്കിത് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നതിന് എന്താണ് പ്രശ്നം? ഒരു വൃത്തികെട്ട രീതിയിൽ, ജനാധിപത്യത്തിൽ ഏറ്റവും മോശമായ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് രാജ്യത്ത് നടന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഇലക്ഷൻ പെറ്റീഷൻ കഴിഞ്ഞിട്ടുള്ള പീരീഡിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ മറ്റ് കക്ഷികൾ, എതിർ കക്ഷികൾ ഒക്കെ ഇത് റിയലൈസ് ചെയ്യുന്ന. അവരെല്ലാം ഉറക്കത്തിലായിരുന്നു. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അങ്ങനാണെങ്കിൽ ഈ പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റ് ആയിട്ട് എല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് ഈ രാജ്യത്തിൻ്റെ കോഗ്നൈസൻസിലേക്ക് ഇത് കൊണ്ടുവരണ്ടേ? ഇവിടുത്തെ വോട്ട് ചെയ്ത ആൾക്കാർക്ക്, രാജ്യം ഭരിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് ഇത് ഭരിച്ചതെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് കോടതി വഴി പോകണമെന്ന് പറയുന്നതിന് എന്താ കാര്യം? കോടതി പോകാൻ പറ്റില്ല. ഞങ്ങൾക്ക് കോടതി റിലീഫ് വേണ്ട. എല്ലാ കാര്യത്തിനും കോടതി പോകണമെന്നില്ല. ഞാനൊരു സമരം നടത്തുക, എനിക്ക് എൻ്റെ ഒരു രാഷ്ട്രീയ സമരം ഞാൻ നടത്തുക. രാഷ്ട്രീയ സമരം നടത്തുന്ന കോടതി പോയിട്ടാ? കോടതി പോകാൻ അദ്ദേഹത്തോട് വാശി പിടിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? സ്മൃതി മാധ്യമപ്രവർത്തകരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു സമരം നടത്താൻ പോവാ, കോടതി പോയാലേ കിട്ടത്തുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? കോടതി പോകണം നിർബന്ധമുണ്ടോ? ഒന്നും നിർബന്ധമില്ല. അങ്ങനെ നടത്തുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഇതൊരു സമരമാണ് എന്നുള്ളതാണ് പ്രശ്നം. ആ സമരം ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിക്കെതിരെ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള സംശയത്തിന്റെ നിഴലിലായി നിൽക്കുന്ന അവസരത്തിൽ ഈ രാജ്യത്തെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന പ്രതിപക്ഷ നേതാവ് രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷനോടൊരു ചോദ്യം ചോദിക്കുന്നു. പ്രധാനമന്ത്രിയോടൊരു ചോദ്യം ചോദിച്ചിട്ടില്ല. പ്രധാനമന്ത്രി മറുപടി പറയണ്ട. BJPയോട് ചോദ്യം ചോദിച്ചിട്ടില്ല. BJP മറുപടി പറയണ്ട. ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയണം. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഈ പറയുന്ന രീതിയിൽ വന്നിരുന്ന ഈ BJPയുടെ വക്താക്കൾ പറയുന്നത് പോലെ ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണമേ ഇല്ല. അതാണ് രസം. നോക്കൂ, ഇതിനകത്ത് ഏറ്റവും മോശമായ രീതിയിൽ ഒരു ഇടപെടൽ നടന്നിട്ടുണ്ടോ? നമുക്ക് പ്രൈമ ഫേസി നമുക്ക് തോന്നുന്നൊരു കാര്യം എന്താ? ഇതിനകത്ത് ഒരു ഇടപെടൽ നടന്നിട്ടുണ്ടോ പെട്ടെന്ന് കണക്കാക്കുന്നത്? അങ്ങനെ കണക്കാക്കാൻ പറ്റൂ? അത് നമുക്ക് പ്രൈമ ഫേസി നമ്മുടെ മുന്നിൽ എവിഡൻസ് ഉണ്ട്. അങ്ങനെ ഒരു വിഷയത്തിന്റെ സത്യം നെല്ലും പതിരും തിരിച്ചറിയണം എന്നുള്ളൊരു താല്പര്യമില്ലാത്തത് എന്താണ്? നമുക്ക് പരിശോധിക്കാം എന്ന് കമ്മീഷൻ പറഞ്ഞാൽ തീരുന്ന ഒരു വിഷയമായിരുന്നു. അതിലേക്ക് കടക്കുകയില്ല എന്നാണ് പറയുന്നത്. അതാണ് കറക്റ്റ്. ഇതിനകത്ത് ഒരു കാര്യങ്ങൾ പറയാം. നോക്കൂ, രാജ്യത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് സുപ്രീം കോടതി പറയുന്നത് ഹു ഇസ് ദ സുപ്രീം ഗാർഡിയൻ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ദാറ്റ് ഇസ് ദ സുപ്രീം കോർട്ട്. ഗാർഡിയൻ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സുപ്രീം കോർട്ടാണ്. ആ സുപ്രീം കോർട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ഈസ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്തേണ്ടത് ആരാണ്? ഈ രാജ്യത്തെ ഇലക്ഷൻ ഫ്രീയും ഫെയറും ആണെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷനാണ്. ആ ഇലക്ഷൻ കമ്മീഷൻ നമ്മളോട് പറയുക പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു കാര്യത്തിനകത്ത് ഒരു അന്വേഷണത്തിന്റെ ആവശ്യം പോലും ഇല്ല.
അപ്പം നമ്മുടെ അടുത്ത ചോദ്യം ഈ LMNO PQ എന്ന് പറയുന്ന അച്ഛൻ ആരാന്നുള്ള ചോദ്യം ഇലക്ഷൻ കമ്മീഷനോട് ചോദിക്കുന്നത്. വേറെ അതിൽ കൂടുതലൊരു ചോദ്യം എനിക്ക് ചോദിക്കാനില്ല. ആ ചോദ്യത്തിന് മറുപടി പറയണ്ടേ? പറയണോ വേണ്ടായോ? തീർച്ചയായിട്ടും. എത്ര പേരുടെ ഫോട്ടോ ഇല്ലാത്ത ID അദ്ദേഹം കാണിച്ചു? അതിനൊന്നും മറുപടിയില്ല. പിന്നെ ഈ പറയുന്ന പോലെ കൊഞ്ഞനം കുത്തി കാണിക്കുക, അവർക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം, കുറച്ച് കാര്യങ്ങൾ പറയുക, എങ്ങനെയും തടി തപ്പാനായി. നിങ്ങൾക്ക് എന്തെങ്കിലും തടി തപ്പാൻ വേണ്ടിയിട്ട് പറയാനുള്ളതല്ല നിങ്ങൾ ഭരണഘടനാ സ്ഥാപനത്തിൽ ഇരിക്കുന്ന ഒരു ആളായി മാറുന്നത്. പറ്റത്തില്ലേ, ഇറങ്ങി പോവുക. ഈ മനുഷ്യൻ തന്നെ അവിടെ ഇരുന്നില്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും മലമറിക്കൊന്നൊന്നും ഇല്ല. നിങ്ങളെ ഇവിടെ ആർക്കും പേടിയില്ല. അതും കൂടെ കേട്ടോ. നിങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളെ പിടിച്ച് ജയിലിടും. നിങ്ങൾ അങ്ങിട്, നമുക്ക് ബാക്കി നമുക്ക് നോക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരത്തിൽ നിയമപരമായ നടപടികളിലേക്ക് കടക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനും കൃത്യമായ മറുപടി ഉണ്ടായിട്ടില്ല എന്നൊരു കാര്യം കൂടി അവിടെ നിൽക്കുകയാണ്. ശ്രീ ദാമോദർ പ്രസാദ്, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് പിഴവ് പറ്റിയിട്ടില്ല എന്ന് കമ്മീഷൻ പറയുന്നില്ല. പറ്റിയിട്ടുണ്ടാകാം. ഈ ബൂത്ത് ലെവൽ ഓഫീസർമാരായി തന്നെ 10 ലക്ഷം പേരുണ്ട്. ഇനി രാഷ്ട്രീയ പാർട്ടികൾക്കാകട്ടെ, രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാരുണ്ട്. ഇവർക്കൊക്കെ തന്നെയും കാര്യങ്ങൾ കണ്ടെത്താനും പരിശോധിക്കാനുമുള്ള സമയമുണ്ടായിരുന്നു. അന്ന് എവിടെയായിരുന്നു എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായും പിഴവ് രാഷ്ട്രീയ പാർട്ടികളുടേതാണ്. സമയത്തിന് പരാതി ഉന്നയിച്ചില്ല. അങ്ങനെ പരാതി ഉന്നയിച്ചിരുന്നെങ്കിൽ കാര്യങ്ങൾ പരിഹരിക്കാമെന്ന്. ഇപ്പോൾ ബീഹാറിന്റെ കാര്യം നോക്കൂ. ഇനി 15 ദിവസമുണ്ട്. നിങ്ങൾക്കിതാ സമയം ഉണ്ട്, 15 ദിവസം. ആ 15 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പരാതികൾ തരൂ എന്നാണ് കമ്മീഷണർ പറയുന്നത്. എനിക്ക് തോന്നുന്നൊരു കാര്യം, നമ്മൾ ആദ്യം തന്നെ ഇലക്ഷൻ കമ്മീഷൻ പത്രസമ്മേളനത്തെ കുറിച്ചൊരു അഭിപ്രായം നമുക്ക് നോക്കേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് ഒരു ഇന്ത്യ മഹാരാജ്യത്തെയാണ് ഇലക്ഷൻ കമ്മീഷൻ അഡ്രസ്സ് ചെയ്യുന്നത്. നരേന്ദ്രമോദി ഇതുപോലെ അഡ്രസ്സ് ചെയ്യാറുണ്ട്. സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ എത്ര ആൾക്കാർക്ക് ഹിന്ദി ഭാഷ അതേപോലെ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് എന്തായാലും പൂർണ്ണമായിട്ടത് വീണ്ടും ആവർത്തിച്ച് പല കേൾക്കേണ്ടി വന്നു, പല സംശയം ചോദിക്കേണ്ടി വന്നു മനസ്സിലാക്കാൻ. അപ്പോൾ പ്രായോഗികമായിട്ട് അതിൻ്റെ പല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തെ അഡ്രസ് സമയത്ത് ഒന്നെങ്കിൽ ഒരു AI ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ തത്സമയം തന്നെ ഇപ്പോൾ മോഡിയെ ചെയ്യുന്നുണ്ട്. അതുപോലെ ചെയ്യുന്നതായിരിക്കും ഉചിതമായ കാര്യം. രണ്ടാമതായിട്ട് എനിക്ക് പത്രസമ്മേളനത്തെക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞാൽ ശ്രുതി സമയം തന്നെ. അതായത് ഇത് പത്രസമ്മേളനം നമ്മൾ കണ്ട സമയത്ത് 1-2 ചോദ്യങ്ങൾ പരഞ്ജോയ് കുഹ തഹൂർത്തെ പോലെ ഫ്രീലാൻസ് ജേർണലിസ്റ്റായി വന്നിട്ട് സീരിയസ് ആയി ഗൗരവം ഉന്നയിച്ചു. പക്ഷേ പൊതുവിൽ നമ്മൾ കണ്ട കാര്യം, ഇലക്ഷൻ കമ്മീഷനെ അക്കൗണ്ടബിൾ ആക്കേണ്ട ജേർണലിസ്റ്റുകൾ രാഹുൽ ഗാന്ധിക്കെതിരെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. രാഹുൽ ഗാന്ധി വിമർശിച്ചോട്ടെ, രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തുമ്പോൾ രാഹുൽ ഗാന്ധിയോട് ചോദ്യം ചോദിക്കാം, രാഹുൽ ഗാന്ധി വിമർശിക്കാം, രാഹുൽ ഗാന്ധി അക്കൗണ്ടബിൾ ആക്കാം. ഇലക്ഷൻ കമ്മീഷൻ അക്കൗണ്ടബിൾ ആവുന്ന സമയത്ത് രാഹുൽ ഗാന്ധിക്കെതിരെ എന്താ ഇലക്ഷൻ കമ്മീഷൻ ആക്ട് ചെയ്യുന്നില്ല എന്ന് തുടങ്ങി രാഹുൽ ഗാന്ധിക്കെതിരെയുള്ളൊരു ഒരു ആയുധമായിട്ടാണ് പ്രത്യേകിച്ചും ഹിന്ദി മേഖലയിൽ നിന്ന് വരുന്ന പല പത്രങ്ങളിലെ പത്രപ്രവർത്തകരും സംസാരിച്ചു. വളരെ ചെറിയ ശബ്ദങ്ങൾ മാത്രമാണ് വ്യത്യസ്തമായി ചോദിച്ചത്. മാത്രമല്ല ഗൗരവമായിട്ടുള്ള ചില ചോദ്യങ്ങൾ ഇലക്ഷൻ കമ്മീഷനോട് ചോദിക്കാൻ പലരും വിമുഖതരായിരുന്നു. പരഞ്ജോയ് ചോദിച്ചു എന്നുള്ള വസ്തുതയാണ്. കുറച്ചുകൂടി മൂർത്തമായിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾ ഉന്നയിക്കാനായിട്ട് വിമുഖത കാണിച്ചു. ആ ചോദ്യങ്ങൾ എന്താ വളരെ കൃത്യറിയാം. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ ഈ PDF സെർച്ചബിൾ PDF എന്ന് പറഞ്ഞാൽ ഡാറ്റ മോഷ്ടിക്കാനുള്ള ഡാറ്റയിൽ നിന്ന് എടുത്തുകൊണ്ടാതിരിക്കാനുള്ള പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഈ ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ടെക്നോളജി ഉണ്ട്. ഈ സെർച്ചബിൾ PDF ആവുന്ന സമയത്ത് ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനകത്ത് ഈ നമ്മുടെ ഇമേജ് എടുത്തുകൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ടെക്നോളജി ഉണ്ട്. അതൊന്നും അത് അറിഞ്ഞില്ലെങ്കിൽ ആ ടെക്നോളജി ഉപയോഗിക്കാൻ പഠിക്കണം. ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ. അപ്പോൾ ആ കാര്യം ശ്രദ്ധിച്ചില്ല. 2, പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നത് ഈ പ്രൈവസിയും അതായത് എലിവേറ്റ് കൊണ്ടുവന്ന രസമായിട്ടുള്ള കാര്യമാണ്. ഒന്ന് പ്രൈവസി, 2 ദാരിദ്ര്യം. അപ്പോൾ ദരിദ്രത്തെ ഇന്ത്യയിലെ ഒരു വലിയ ദാരിദ്ര്യത്തെ ഉന്നയിച്ചുകൊണ്ട് കാര്യം വീടില്ലാത്തവർ എന്നൊക്കെ പറഞ്ഞ ഒരു എന്താ പറയുക ഒരു സഹാനുഭൂതിയുടെ രാഷ്ട്രീയ അതെ. അപ്പോൾ ഔദാര്യത്തിൻ്റെ രീതിയിൽ അതൊക്കെ ഒരു ഗവർണൻസിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അതൊരു ഇലക്ഷൻ കമ്മീഷൻ പറയേണ്ട കാര്യമല്ല. മാത്രമല്ല അതിൻ്റെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാര്യം അങ്ങനെ ഉന്നയിക്കുന്നു. 2, പ്രൈവസി എന്നുള്ള ഇവിടെ ഈ രീതിയിലല്ല വിവക്ഷിക്കപ്പെടുന്നു. പ്രൈവസി തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ ഈ ഡാറ്റ, പക്ഷേ നേരത്തെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് നമ്മുടെ P. സന്തോഷ് കുമാർ പറഞ്ഞൊരു ഗൗരവമായ പ്രശ്നമുണ്ട്. അതുകൂടി ഇപ്പോൾ AI ഉപയോഗിച്ചുകൊണ്ട് ഈ ഡാറ്റ ഞങ്ങൾ ചെയ്യാൻ പോകുന്നു. അതൊക്കെ ഒരുപക്ഷെ ഇലക്ഷൻ കമ്മീഷൻ നാളെ കോടതി പോകാൻ സാധ്യതയില്ല. കാരണം AI ഉപയോഗിച്ചുകൊണ്ട് ഇലക്ഷൻ ഡാറ്റ ഉപയോഗിക്കാൻ ഒരു തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റ എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിക്കെതിരെയും ഒക്കെ സുപ്രീം കോടതിയിൽ ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ BJP തന്നെ പോകാൻ സാധ്യതയുണ്ട്. അതൊക്കെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യുന്ന കാര്യം. നമുക്ക് നിയമത്തിൻ്റേതല്ലാത്തൊരു മാർഗ്ഗം പ്രതിപക്ഷത്തിനാണ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ AI സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഡാറ്റ ഇതിൻ്റെ അകത്ത് എടുക്കുകയാണെങ്കിൽ അതിന് പ്രത്യേക അനുമതി മേടിക്കേണ്ടി വരും, നന്നായിരിക്കും. അല്ലെങ്കിൽ അത് വിമർശിക്കപ്പെടാൻ സാധ്യത. അതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഒപ്പം തന്നെ സ്മൃതി ഉന്നയിച്ച പ്രശ്നത്തിലേക്ക് വരാം. ഇതിൻ്റെ അകത്ത് ഗൗരവമായിട്ട് വിഷയം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് അത് തന്നെയാണ്. അതായത് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ യാതൊരു ഉത്തരവാദിത്തമില്ല. ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവാദിത്തം എങ്ങനെ വരുന്നുണ്ടോ? ഇലക്ഷൻ കമ്മീഷൻ എന്ന ബോഡി നിലയ്ക്ക് ഇതിൻ്റെ അകത്ത് ഉദ്യോഗസ്ഥർ മുഴുവൻ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥരാണ്. കാര്യം നമുക്കൊരു ഇലക്ഷൻ പ്രോസസ് ആരംഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ഇലക്ഷൻ പ്രോസസ് ആരംഭിച്ചാൽ അതിൻ്റെ അകത്തുള്ള ഓരോ ഉദ്യോഗസ്ഥരും സ്വാഭാവികമായിട്ട് ഇലക്ഷൻ കമ്മീഷനാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അതിന് മുമ്പ് തന്നെ
ഇലക്ഷൻ്റെ ഉദ്യോഗസ്ഥർ ആ മുഴുവൻ ആൾക്കാരും അത് BLO വരുന്ന ആൾക്കാർ ഓരോ ശ്രേണി ഗവൺമെൻറ്റ്സ് ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥരാണ്. ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ അക്കൗണ്ടബിൾ ആണ്. അപ്പോൾ ഇൻഡയറക്റ്റും ഡയറക്റ്റും ഇലക്ഷൻ കമ്മീഷൻ അക്കൗണ്ടബിൾ ആയ വിഷയമാണ്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ പരിശോധിച്ചതെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ അകത്തൊരു കാര്യങ്ങളുണ്ട്, ഒരു സമ്മതം ഉണ്ട് അതിൻ്റെ അകത്ത്. എന്തോ ക്രമക്കേട് നടന്നിരിക്കുന്നു എന്ന് സമ്മതം. അത് ആ ക്രമക്കേട് ഞങ്ങളല്ല, മറിച്ച് രാഷ്ട്രീയ പാർട്ടികളാണ് കണ്ടെത്തേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ആ ക്രമക്കേട് നടന്ന് അംഗീകരിക്കലാണ്. രാഷ്ട്രീയ പാർട്ടികൾ പരിശോധിച്ചില്ല എന്ന് പറയുമ്പോൾ അവിടുത്തെ ക്രമക്കേട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, എന്തോ പിഴവുണ്ടെന്ന് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആ പിഴവ് എന്താണെന്നും അതെങ്ങനെ പരിശോധിക്കപ്പെട്ടതിനെ കുറിച്ചാണ് ഇലക്ഷൻ കമ്മീഷൻ പുതിയൊരു ഒരു അന്വേഷണം നടത്തേണ്ടത്. അതേ ബന്ധപ്പെട്ടൊരു അന്വേഷണം ഇവിടെ നടത്താൻ അവർ തയ്യാറായില്ല. മാത്രമല്ല, ഇന്നത്തെ പത്രസമ്മേളനത്തിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, തികച്ചും സാങ്കേതികമായി പത്രസമ്മേളനം നടത്താം. അത് ഞാൻ പറയില്ല, കാര്യം സാങ്കേതികത്വം ഒരുപാട് പ്രതിരോധ ആയുധമാണ്. മറിച്ച് രാഷ്ട്രീയം ഉപയോഗിച്ചു. രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനോട് രാഷ്ട്രീയമായ മറുപടി പറഞ്ഞു. അതൊരു BJP നേതാവ് പറയേണ്ട രാഷ്ട്രീയ മറുപടി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതൊരു പ്രതിപക്ഷ നേതാവ് പറയും. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധിയുടെ കാര്യങ്ങൾ മറുപടി രാഹുൽ ഗാന്ധി ഉന്നയിച്ച അതിൻ്റെ നിയമപരമായ പ്രശ്നങ്ങളും ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ നിയമപരമായ പ്രശ്നങ്ങളും ഒപ്പം തന്നെ ധാർമ്മിക പ്രശ്നങ്ങൾക്കും മറുപടി പറയുന്നതിന് പകരം രാഷ്ട്രീയമായിട്ട് ആലോചിക്കുകയും മാത്രമല്ല മാപ്പ് പറയാൻ തുടങ്ങിയ വിഷയങ്ങളാണ് പറയുന്നത്. എന്തിനാ മാപ്പ് പറയുക? അതൊന്നും ഒരു ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു മര്യാദയ്ക്ക് ചേർന്ന വിഷയമാണെന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്ക് കാര്യം രാഷ്ട്രീയ നേതാക്കൾക്ക് പറയാം, പക്ഷേ എന്തിനാണ് ഒരു ഇന്ത്യയിൽ അക്കൗണ്ടബിൾ ആവേണ്ട ബോഡി, ഒരു സ്വതന്ത്രമായ ബോഡി, അവർക്ക് നീ പിഴവുണ്ടെങ്കിൽ ഒരു സ്വതന്ത്ര പൗരൻ നിലയ്ക്ക്, പ്രതിപക്ഷ നേതാവോട്ടെ, ഒരു സ്വതന്ത്ര പൗരൻ നിലയ്ക്ക് എന്തെങ്കിലും വിഷയം ഉന്നയിക്കുകയാണെങ്കിൽ ഉടനെ മാപ്പ് പറയണമെന്ന് പറയുന്നത് എവിടുത്തെ എന്ത് നീതിയാണത്? എന്ത് അടിസ്ഥാനരഹിതമായിട്ട കാര്യം? അപ്പോൾ ഏത് വ്യവസ്ഥയിലാണ് ജീവിക്കുന്നത്? അപ്പോൾ ഇത് തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ നിലപാടുകൾ തന്നെ കാണിക്കുന്നത് ഒരു സുതാര്യതക്കുറവ് അതിലേക്ക് തന്നെ സൂചിപ്പിക്കുന്നു. സുതാര്യതക്കുറവ് മാത്രമല്ല, ജനാധിപത്യത്തോട് തന്നെ ഒരു സമീപനം, ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികളോട്. കാര്യം ഇന്ത്യയിലെ മൾട്ടി പാർട്ടി സിസ്റ്റമാണ്, പൊളിറ്റിക്കൽ പാർട്ടിയിലൂടെയാണ് ജനാധിപത്യം എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത്. ഈ ബഹുകക്ഷി രാഷ്ട്രീയ സമ്പ്രദായത്തിൽ ബഹുകക്ഷി സമ്പ്രദായത്തോട് കാര്യം പ്രതിപക്ഷത്തെ അംഗീകരിക്കാത്ത ഭരണപക്ഷമാണ് കേന്ദ്രത്തിലുള്ളത്. പ്രതിപക്ഷ നേതാവിനെ പോലും മുമ്പ് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയ സമയം അങ്ങനെ സമീപിച്ചാൽ തോന്നൽ ഇലക്ഷൻ കമ്മീഷനെ കൂടെ, ഭരണകക്ഷിക്ക് അങ്ങനെ പലതും തോന്നാം, പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഒരു സ്വതന്ത്ര ബോഡിക്ക് അങ്ങനെ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് ഞാൻ തോന്നരുത്. അത് ശരിയല്ലാത്ത കാര്യം. അത് ആര് പ്രതിപക്ഷ നേതാവായാലും ശരി അങ്ങനെ തന്നെയായിരിക്കും. ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിയോഗിയോട് എന്ന പോലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സംസാരിച്ചത് എന്നുള്ള അഭിപ്രായമാണ് ഉയരുന്നത്. ശ്യാമരാജ്, നേരത്തെ ഒരു കാര്യം അതുപോലെ പറഞ്ഞോളൂ, പൂർത്തിയാക്കോളൂ. അല്ല, ഞാൻ ഈ കാര്യം കൂടെ അടിവരായിട്ട് പറയുന്ന കാര്യം ഇതൊരു അവസരം എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. കാര്യം നമ്മുടെ ഇത്തരം പത്രസമ്മേളനങ്ങളിൽ ഒരു ജേർണലിസ്റ്റിൽ പുലർത്തേണ്ട ചില മുതലുണ്ട്. കാര്യം ആ വിഷയം ഗൗരവമായി പഠിച്ചുപോയി അതായത് ഈ മാധ്യമപ്രവർത്തനം എന്തിനാണ്? ജനാധിപത്യത്തിൻ്റെ കാവലാളുകളാണ് മാധ്യമപ്രവർത്തനം. അവർ അക്കൗണ്ടബിൾ ആക്കാൻ വിധേയമാണ്. ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണെങ്കിലും ഏത് അതോറിറ്റി ആണെങ്കിലും നമ്മുടെ ലീഗൽ അതായത് ലെജിറ്റിമേറ്റ് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റികളാണെങ്കിൽ അവരെ അക്കൗണ്ടബിൾ ആക്കാനുള്ള ബാധ്യത മാധ്യമങ്ങൾക്കുണ്ട്. അതാണ് മാധ്യമങ്ങളുടെ പ്രവർത്തനം. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അത് വളരെ കുറച്ച് ആൾക്കാരെന്ന് കണ്ടുള്ളൂ. വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥ ഇന്ത്യൻ മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ചും ഇന്നത്തെ പത്രസമ്മേളനം തുറന്നു കാണിച്ചു എന്നുകൂടി പറയാം. അത് ഈ വാർത്താ സമ്മേളനത്തിൽ മാത്രമല്ലല്ലോ ശ്രീ ദാമോദർ പ്രസാദ്, നമുക്കത് തുടർച്ചയായി കാണുന്നുണ്ടല്ലോ. അതിനൊരു പ്രത്യേക പേരും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ശ്യാമിലേക്ക് ഞാൻ പോകുന്നു. ശ്യാം, ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പ്രതികരണം ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെ ഉള്ള പ്രതികരണം എന്നുള്ള കാര്യം, അതോടൊപ്പം രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ സത്യവാങ്മൂലം എന്നുള്ളത് തനിക്ക് മാത്രമുള്ളതാണോ? അനുരാഗ് ഠാക്കൂറും ഈ 6 മാസം കൊണ്ട് കഷ്ടപ്പെട്ട് രാഹുൽ ഈ 7 അടി പൊക്കത്തുള്ള കടലാസ് പരിശോധിച്ച് കണ്ടെത്തിയ തെളിവുകളുണ്ടല്ലോ. വിത്തിൻ ഡേയ്സ്, ദിവസങ്ങൾക്കുള്ളിൽ വിവിധ മണ്ഡലങ്ങളിലെ 6 മണ്ഡലങ്ങളിലേറ്റ വിവരങ്ങളുമായിട്ടാണെന്നാണ് അനുരാഗ് ഠാക്കൂർ അവകാശപ്പെട്ടത്. അനുരാഗ് ഠാക്കൂറിന് വിവരങ്ങൾ കിട്ടുകയാണ്, വാർത്താ സമ്മേളനം നടത്തുകയാണ്. അപ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് സത്യവാങ്മൂലം ചോദിക്കേണ്ടേ? ആ ആരോപണം അവിടെ നിൽക്കുകയാണോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. അതോടൊപ്പം നേരത്തെ ലാൽകുമാർ ചൂണ്ടിക്കാണിച്ച ഇംഗ്ലീഷ് അക്ഷരമാല ആണ് അച്ഛൻ്റെ സ്ഥാനത്ത് വരുന്നത്, അതിനു കൂടിയുള്ള മറുപടി. സ്മൃതി, ഇതിനകത്ത് വിഷയം എന്താ പറയുക, ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ എൻ്റെ വാക്കുകളോ അല്ലെ എൻ്റെ പാർട്ടിയുടെ വാക്കുകളോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അഭിപ്രായം അതൊന്നല്ല പ്രശ്നം. സ്മൃതി അടക്കമുള്ള ചില മാധ്യമ പ്രവർത്തകരും അതോടൊപ്പം ചില ഈ ലാലടക്കമുള്ള നിരീക്ഷകരുടെയൊക്കെ വാക്കുകൾ രാഹുൽ ഗാന്ധിയുടെ ആവുന്നതാണ് പ്രശ്നം. ഇവിടെ നോക്കൂ, ഈ ആദ്യം ഞാൻ ഈ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി പറഞ്ഞിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുക്കാം. ഇവിടെ കേരളത്തിൽ CCTV വന്നില്ലെങ്കിൽ കേരളത്തിലെ അവസ്ഥ എന്തായിരുന്നു? എത്രയോ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ മരിച്ചവരെ ഇലക്ഷൻ സമയത്ത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ദിവ്യശക്തിയുള്ള ഒരു പാർട്ടിയുടെ പേര് CPM ആയിരുന്നില്ല കേരളത്തിൽ. എത്ര ഉദാഹരണങ്ങൾ പത്രവാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു വാർത്ത മാത്രം ഞാൻ വായിക്കാം. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കല്യാശ്ശേരിയിൽ വീട്ടുവോട്ടിൽ അനധികൃതമായി ഇടപെട്ട CPM ബൂത്ത് ഏജന്റ് ഉൾപ്പെടെ 6 പേർക്കെതിരെ പോലീസ് കേസ്.
അതിൽ നാല് പോളിംഗ് ഉദ്യോഗസ്ഥർക്കും വീഡിയോഗ്രാഫർക്കും എതിരെയാണ് കേസുള്ളത്. അതിനകത്ത് ഇവരുടെ പിടിച്ച കേസാണല്ലേ ഇപ്പൊ പറയുന്നത്? പിടിച്ച കേസല്ലേ പറഞ്ഞത്? പിടിച്ചതല്ലേ പറഞ്ഞത്? പിടിച്ച കേസല്ലേ പറഞ്ഞത്? വൃത്തികെട്ട പിടിപ്പ് കടിച്ചത് ഇവരാണെന്ന്. ആയിക്കോട്ടെ, നോക്കൂ, കള്ളവോട്ട് ചെയ്യുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ട് കള്ളവോട്ട്. ശ്യാം, കള്ളവോട്ടല്ലല്ലോ നമ്മുടെ വിഷയം. കള്ളവോട്ടല്ലല്ലോ നമ്മുടെ വിഷയം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പറ്റുന്ന പിഴവിനെ കുറിച്ചാണ് ചോദ്യം. പറയട്ടെ, ഇത് ഇലക്ഷനുമായിട്ടുള്ള വിഷയമാണല്ലോ. ഇലക്ഷനുമായിട്ടുള്ള വിഷയമാണല്ലോ. സ്മൃതി എന്റെ തോക്കി കയറി വെടിവെക്കല്ലേ. ഞാൻ സ്മൃതി പറയുന്ന വാക്കുകൾ എന്റെ വായെന്ന് പറഞ്ഞു വെച്ചാൽ നടക്കൂല. എനിക്ക് പറയുന്ന കേൾക്കണമെന്ന് എന്റെ സമയത്ത് ഞാൻ പറയട്ടെ, നിങ്ങളുടെ സമയത്ത് നിങ്ങൾ പറയൂ. ഇതിനകത്ത് പ്രശ്നം എവിടെയാണ്? ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വോട്ട് ഇവിടെ ചെയ്തിട്ടുള്ളത് ആരാണെന്ന്. ഇവിടെ സ്മൃതി ഒരു അഭിപ്രായം വന്നു നോക്കും. മാധ്യമങ്ങൾ അങ്ങനെ ചോദിക്കണമായിരുന്നു. ഇങ്ങനെ ഇതിനകത്ത് പ്രശ്നം തരുമോ? രാഹുൽ ഗാന്ധി, കേരളത്തിലെ ചില മാധ്യമങ്ങൾ, ഇടതുപക്ഷങ്ങൾ, അർബൻ നക്സലുകൾ, ഇങ്ങനെയുള്ള നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ പ്രതീക്ഷിക്കുന്ന ചില നിലപാടുകളുണ്ട്. നിങ്ങൾക്ക് ഇന്ത്യയിലെ ഇലക്ഷൻ പ്രോസസ് മുഴുവൻ തെറ്റായിരുന്നു എന്ന് തെളിയിക്കണം. അവിടെയാണ് പ്രശ്നം വരുന്നത്. അങ്ങനെ തെളിയിക്കാനൊന്നും പറ്റൂലെന്നേ. ഇലക്ഷനിൽ എന്തെങ്കിലും തെറ്റുകൾ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടേ. സ്മൃതി വിഷമിക്കല്ലേ. ഞാൻ പറയട്ടെ, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിന്റെ പ്രൂഫ് നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞതാണ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ മറുപടിയും കേട്ടില്ലേ? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രേഖകളിൽ നിന്ന് എടുത്ത് കണ്ടെത്തി പുറത്തേക്ക് പറഞ്ഞ കാര്യം അവരുടെ കയ്യിലുള്ള രേഖയാണ്. ഇനി എന്തിനാണ് രാഹുൽ എടുത്ത് കൊടുക്കുന്നേ? എവിടെ? അത് രേഖാമൂലം കൊടുക്കണം സ്മൃതി. എന്തിന്? അത് രേഖാമൂലം ഞാൻ രേഖാമൂലം അതല്ല, അതിന്റെ പ്രോസസ് അതാണ്. വെറുതെ പറയുന്നത് എന്തിനാ? ഒരു നിയമമില്ലേ? നമ്മൾ ഞാൻ ചോദിക്കട്ടെ, പത്രമാധ്യമങ്ങൾക്കിടയിൽ പ്രസ് മീറ്റിലാണ് ഈ നാട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? അല്ലെങ്കിൽ കേരളത്തിലെ 8 മണിക്ക് പോകേണ്ട ഇടങ്ങളിൽ പോകണ്ടേ? പാർലമെന്റിൽ മറുപടി പറയാതെ പൊതുയോഗത്തിൽ വന്ന് പ്രസംഗിച്ച എനിക്ക് സ്മൃതിക്കെതിരെ പരാതിയുണ്ട്. ഞാൻ എന്ത് ചെയ്യണം? അല്ല, ഒരു ചോദ്യം. എനിക്കൊരു പരാതിയുണ്ട്. ഞാനൊരു പാർട്ടിയുടെ ചുമതലപ്പെട്ടയാളാണ്. എനിക്ക് സ്മൃതിക്കെതിരെ പരാതിയുണ്ട്. ഞാൻ പത്രസമ്മേളനം വിളിക്കണോ? അടുത്ത പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കണോ? നമ്മൾ തമ്മിലുള്ള പരാതി പോലെയാണോ ഈ വിഷയം? നോക്കൂ, എന്ത് താരതമ്യമാണ് ശ്യാം ഇപ്പോൾ നടത്തുന്നത്? എന്ത് തരം താരതമ്യമാണ്? ഞാൻ താരതമ്യം പറഞ്ഞുതരാം. ഇവിടെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവൊക്കെ ആയിരിക്കാം. പക്ഷെ ഈ നാട്ടിലെ ഒരു പൗരനാണെന്നേ. അതല്ലെങ്കിൽ ഇനി അദ്ദേഹത്തിന്റെ മുൻ പ്രസ്താവനകളിൽ അദ്ദേഹം പറഞ്ഞതിൽ സത്യം ഉണ്ടാവണം. അങ്ങനെ സത്യമില്ല എന്ന് വിചാരിക്കുന്ന വലിയൊരു ജനത ഈ നാട്ടിലുണ്ടെന്ന്. വലിയ ജനതയുടെ കണക്ക് എവിടെ നിന്നാണ് വരുന്നത്? വലിയ ജനതയുടെ കണക്ക് നിങ്ങൾ എവിടെ നിന്നാണ് എടുക്കുന്നത്? പറയട്ടെ, ഇലക്ഷന്റെ റിസൾട്ട്, ആ വലിയ കണക്കിനെ കുറിച്ചാണ് സംശയം. സ്വീകാര്യത നിങ്ങൾ ഉണ്ടാക്കിയ വലിയ കണക്കിനെ കുറിച്ചാണ് സംശയം. അത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവുമെന്ന് എന്റെ സ്മൃതി. അതാണ് പ്രശ്നം. തോൽക്കുന്ന നിങ്ങൾക്ക് എതിരുള്ള ജയിക്കുന്ന ഞങ്ങളോട് ഇത്തരം സംശയങ്ങൾ ഉണ്ടാവുന്നേ. അതല്ല, നിങ്ങൾ പ്രൂഫ് കൊടുക്ക്. അസാധാരണ വിജയത്തെ കുറിച്ച് സംശയം തോന്നിയാൽ അത് ചോദിക്കുമ്പോൾ സർക്കാരുമായി ബന്ധമില്ലാത്ത സ്വതന്ത്ര സംവിധാനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രമായിട്ടാണോ മറുപടി പറഞ്ഞത്? സ്മൃതി, ഒരു കാര്യം, സ്മൃതി ഇടയ്ക്കല്ലേ 2014 നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ സീനിയർ മാധ്യമ പ്രവർത്തകയുള്ള സംസ്ഥാനമാണിത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു. അതിന് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ വോട്ട് ചെയ്ത ഒരാളെ പ്രധാനമന്ത്രിയാക്കി. അങ്ങനെ വായിൽ തോന്നുന്നു പറയുന്നു പറയാനല്ല എന്റെ സ്മൃതി അഭിപ്രായം. അതിന് തിരിച്ച് എതിർ ചോദ്യങ്ങളും ഉണ്ടാവും. ഒരു രാജ്യത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചപ്പോൾ ആ ജനാഭിപ്രായത്തിൽ വിശ്വാസമില്ലെന്നാ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് വോട്ടർമാരുടെ കഴുത്തിൽ കത്തികാൺ തോക്കുവച്ചിട്ടുള്ള പരിപാടിയാണ് എന്നാണ് കമ്മീഷൻ പറയുന്നത്. അവിടെയാണ് രാഷ്ട്രീയം. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഭാഗത്ത് വരേണ്ട പ്രതികരണമല്ല. വിശ്വാസമല്ല പറഞ്ഞത്. ഞാൻ പറയാൻ ഇടയ്ക്ക് പറയാൻ പറ്റില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശ്വാസമില്ലെന്നല്ല പറഞ്ഞത്, ജനാധിപത്യത്തിലുള്ള വിശ്വാസം പോയി എന്നാ പറഞ്ഞത്. അല്ല, നിങ്ങളുടെ സീനിയർ ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകർ പറഞ്ഞത് ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ഏത് കോടിക്കണക്കിന് ജനങ്ങൾ വോട്ട് ഇവിടെ പല ആൾക്കാരും പല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏത് സീനിയറെ കുറിച്ചാണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല.
പറഞ്ഞോട്ടെ, പറഞ്ഞാൽ തന്നെ അതിലെന്താണ് കുഴപ്പം എന്നതാണ് എന്റെ ചോദ്യം. അല്ല, നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് അഭിപ്രായം പറയാൻ പാടില്ല. നിങ്ങളുടെ മനസ്സിലുള്ള ഞങ്ങളുടെ വിജയത്തെ ഒരു കാര്യം ഞാൻ പറയട്ടെ, പറയാൻ എന്നെ അനുവദിക്കും സ്മൃതി. രാഹുൽ ഗാന്ധിയിലോട്ട് ഞാൻ വരാം. നോക്ക്, ഈ മഹാരാഷ്ട്രയിലെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അദ്ദേഹത്തിന്റെ 2-3 സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞുതരാം. ഈ വർഷം ഫെബ്രുവരി 3-ാം തീയതി അദ്ദേഹം പറഞ്ഞെന്തറിയോ? 70 ലക്ഷം വോട്ടർമാര് ഈ മഹാരാഷ്ട്ര അസംബ്ലി ഇലക്ഷനിൽ കൂടി. ഫെബ്രുവരി 7 ആയപ്പോൾ അത് 39ആയി, ഫെബ്രുവരി 17 ആയപ്പോൾ 40ആയി, ഓഗസ്റ്റ് 17 ആയപ്പോൾ അത് വന്നിട്ട് 1 കോടിയായി. പറയുന്ന കാര്യങ്ങൾക്ക് പോലും കൃത്യതയില്ല. കണക്ക് പരിശോധിച്ച് വന്നപ്പോൾ അത് 1 കോടി ആയതായിരിക്കും. ഞങ്ങളുടെ സമയം അപ്പൊ അതിൽ കൃത്യമായ കണക്ക് എന്താന്ന് കണ്ടെത്തണ്ടേ? കമ്മീഷൻ കണ്ടെത്തണ്ടേ? അല്ല, രാഹുൽ ഗാന്ധിക്ക് പിഴവ് പറ്റിയെങ്കിൽ ശരിക്കുള്ള കണക്ക് കമ്മീഷൻ പറയേണ്ടേ? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയണ്ടേ? അല്ല, അത് വിട്. ഇതിപ്പോ കോൺഗ്രസിന്റെ പ്രതിനിധികൾ മാത്രമല്ലല്ലോ ഇവിടെ ഇരിക്കുന്നത്. അല്ല, കോൺഗ്രസ് പ്രതിനിധികൾ മാത്രമല്ലല്ലോ ഇവിടെ ചോദിക്കുന്നത്. അത് വിടാൻ പറ്റില്ല. കോൺഗ്രസിന്റെ പ്രതിനിധിയും CPM പ്രതിനിധിയും സ്മൃതി ആവല്ലെന്ന്. സ്മൃതി നിഷ്പക്ഷയാണെന്ന് നിഷ്പക്ഷ എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ പ്രതിനിധി പറയട്ടെ. അല്ല, ഏത് ഭാഗത്താണ് നീതി ഉള്ളത് എന്നിടത്താണ് പക്ഷം പിടിക്കേണ്ടത്. നിഷ്പക്ഷം എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാൻ നടുക്കിരിക്കുക എന്നുള്ളതല്ല. അങ്ങനെ നിങ്ങളുടെ നീതിക്കൊന്നും അനുസരിച്ച് അല്ല, ഇനിയിപ്പോ എന്തൊക്കെ പഠിപ്പിക്കും? മാധ്യമപ്രവർത്തനം പഠിപ്പിക്കും, പ്രതിപക്ഷ നേതാവിനെ പഠിപ്പിക്കും, CPM-നെ പഠിപ്പിക്കും. അല്ലല്ല, ഇതിനകത്ത് സിമ്പിൾ. കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നത് സത്യം. ഈ ചർച്ചയിൽ ഞാനല്ലല്ലോ പറഞ്ഞത്. കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നതെല്ലാം സത്യം, ഉത്തരേന്ത്യയിലുള്ള മാധ്യമങ്ങൾ പറയുന്നതെല്ലാം തെറ്റ്. അവരെ നിങ്ങൾ വേറെ പേര് കൂട്ടി വിളിക്കും. സ്മൃതി പറഞ്ഞതാണ്. ഉത്തരേന്ത്യ ചില കേരളത്തിൽ നിന്ന് അല്ലാത്ത മാധ്യമങ്ങളെ വേറെ പേര് കൂട്ടി വിളിക്കുമെന്ന് സ്മൃതി പറഞ്ഞതാണ്. അപ്പൊ പോലും നിങ്ങളുടെ അഭിപ്രായത്തിന് അനുകൂലം സ്മൃതി പറഞ്ഞതാണ് വേറെ ചില പേരുകൾ വിളിക്കുന്നു. നിങ്ങൾ റിവൈൻഡ് ചെയ്ത് നോക്കൂ. അതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ അഭിപ്രായം അല്ലാത്തവരെ നിങ്ങൾ പല പേരും കേന്ദ്ര സർക്കാരിന്റെ പരിപാടി മാത്രമായി നടക്കുന്ന മാധ്യമപ്രവർത്തകരുണ്ട്. നമ്മുടെ വിഷയം അതൊന്നുമല്ലോ. നമ്മൾ ഒന്നാമത് സമയമില്ല. പരന്ന ചർച്ച വേറെ അവസരത്തിലാകാം. അതെ, രാഹുൽ പിണറായി മീഡിയയോ സ്മൃതി എന്ത് മീഡിയ? എനിക്ക് പ്രശ്നമല്ല. എനിക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ മതി. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനായാലും മതി, അങ്ങായാലും മതി. ഞാനൊന്ന് അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭനിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, അങ്ങ് നേരത്തെ സുപ്രീം കോടതിയിലെ നേരത്തെ ഉത്തരവ് പറഞ്ഞു. അതിനെ ആ കാലത്തേക്ക് വ്യാഖ്യാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഈ പറഞ്ഞതുപോലെ സാങ്കേതികമായി ഒരുപാട് മുന്നോട്ട് പോയി. പക്ഷേ 2019 അങ്ങനെ ഒരു ഉത്തരവുണ്ടല്ലോ എന്ന് തിരഞ്ഞു പിടിക്കുന്നത്, അതിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ ഉദ്ദേശം സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അങ്ങനെ ഒരു ഉത്തരവ് മാത്രമല്ല, സുപ്രീം കോടതിയുടെ ഒരുപാട് വിധികളുണ്ട്. ഇലക്ഷനെ സംബന്ധിച്ചിട്ടുള്ള പല വിധികളും, അതിൻ്റെ വിധികളുടെ ഒരു രേഖ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിലുണ്ട്. വളരെ പ്രധാനപ്പെട്ട വിധികൾ. അതിലെല്ലാം പറയുന്നത് ഭരണഘടനാപരമായ ഒരു പദവി ആർട്ടിക്കിൾ 324 അനുസരിച്ച്, നേരത്തെ ഇവിടെ 2 പേര് സൂചിപ്പിച്ചതുപോലെ, ഇലക്ഷൻ കമ്മീഷന് സ്വമേധയാ കേസെടുക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. കേസെടുക്കുക എന്നുള്ളതല്ല, 45 ദിവസത്തിനകത്ത് കൊടുക്കേണ്ടത് ഒരു ഇലക്ഷൻ ഹർജിയാണ് കൊടുക്കേണ്ടത്, ഒരാളുടെ തെരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ളത്. അതിനേക്കാൾ വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. അദ്ദേഹം പറഞ്ഞത് പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഇലക്ടറൽ റോള് അത് വൾണറബിൾ ആണ്. അതിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത്, തെറ്റായ അഡ്രസ്സ് കാണിക്കുന്നത്, വളരെ ഫ്രോഡുലൻ്റ് ആയിട്ട് ഫാദറിന്റെ പേരില്ലാത്തത്, ഒരേ അഡ്രസ്സിലെ പലര് പോയി ഒരുപാട് പേരുടെ ഒരേ അഡ്രസ്സ് കാണിച്ചുകൊണ്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ സമക്ഷം വെക്കുകയാണ്. ഇതിൽ പ്രസ് കോൺഫറൻസ് നടത്തുന്നതിൽ എന്താണ് തെറ്റ്? ഈ പ്രസ് കോൺഫറൻസ് നടത്തുമ്പോൾ പക്ഷപാതരഹിതമായിട്ട് പെരുമാറുന്ന ഒരു ഇലക്ഷൻ കമ്മീഷൻ ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞങ്ങളത് അന്വേഷിക്കും എന്ന് പറയണ്ടേ? ഒന്നുകിൽ ഇതിൽ ആരെങ്കിലും പങ്കുണ്ട്, അതിനകത്തൊരു കോൺസ്പിറസി നടന്നിട്ടുണ്ട്, ഇതിനകത്തുള്ള ആളുകൾ തന്നെ കൂടിച്ചേർന്ന് ചെയ്ത ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അത് അന്വേഷിക്കണം, അതിന് കോടതിയിൽ കൊണ്ടുവരേണ്ടതാണ് ആ കേസ്. രണ്ടാമത്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലർ ആണ്. ഈ ഇലക്ഷൻ മെഷീനറിയിൽ എവിടെയെങ്കിലുമൊക്കെ വളരെ വലിയ പാളിച്ചകൾ വന്നിട്ടുണ്ടെങ്കിലും അന്വേഷിക്കേണ്ടത് ആരാണ്? ഇലക്ഷൻ കമ്മീഷനാണ് അന്വേഷിക്കേണ്ടത്. അത് നിങ്ങൾ കോടതിയിൽ പോകും. രാജ്യത്തോട് മാപ്പ് പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്, രാഹുൽ ഗാന്ധി അല്ല. പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉന്നയിച്ച പ്രശ്നം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്, അല്ലാതെ ഒരു പാർട്ടിയുടെ പ്രശ്നമല്ല. ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ മുഴുവൻ ഈ ഒരു ഇഷ്യൂ ഉന്നയിക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ ഏതോ ഒരാൾ പറഞ്ഞു, നേരത്തെ ഇവിടെ ഇലക്ഷൻ അലിഗേഷൻസ് പ്രശ്നങ്ങൾ വന്നിട്ടില്ലേ? പക്ഷെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇത്ര വലിയ തോതിൽ, ഇത്ര വലിയ നമ്പറിൽ
ഇത്രമാത്രം പ്രതിപക്ഷ കക്ഷികൾ മുഴുവൻ ഏറ്റുപറയുന്ന ഒരു വലിയ പ്രശ്നം ഇലക്ഷൻ കമ്മീഷന്റെ ഇമ്പാർഷ്യാലിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഇത്ര പ്രധാനപ്പെട്ട ഒരു ആരോപണം വരുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. നേരത്തെ വന്നിട്ടുണ്ട് ചെറിയ തോതിൽ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് പാലിക്കുന്നില്ല, അല്ലെങ്കിൽ സമയം ഭരണത്തിലിരിക്കുന്നവർക്ക് അനുകൂലമായിട്ടാണ്, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വയലേറ്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളുണ്ട്. പക്ഷെ ഇത് ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് രാജ്യത്തെ പ്രതിപക്ഷ നേതാവ്, മുഖ്യ പ്രതിപക്ഷ കക്ഷികൾ മുഴുവൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ പെരുമാറുന്നത് ഒരു ഗവൺമെന്റിന്റെ ഏജന്റിനെ പോലെയാണ്. ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, അശോക യൂണിവേഴ്സിറ്റിയില് സബ്യസാജി എന്ന് പറയുന്ന ഒരു പ്രൊഫസർ ഒരു റിസർച്ച് നടത്തിയിട്ട് അദ്ദേഹം പബ്ലിഷ് ചെയ്ത ഒരു ആർട്ടിക്കിൾ ഉണ്ട്, 2 വർഷം മുമ്പാണ്. അതിൽ പറയുന്നത് ഈ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്, രജിസ്ട്രേഷന്റെ സമയത്തുള്ള മാനിപ്പുലേഷൻ, ആ വോട്ടർ ടേൺ ഔട്ടിന്റെ സമയത്ത് വോട്ട് ചെയ്യുന്ന സമയത്തുള്ള മാനിപ്പുലേഷൻ, രണ്ടും നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ വലിയ വീഴ്ച വരുന്നുണ്ട് എന്ന് അദ്ദേഹം സമർത്ഥിക്കുകയാണ്. അതിന് കൃത്യമായിട്ടുള്ള കണക്കുകളില്ല, പക്ഷേ കിട്ടിയിടത്തോളം കാര്യങ്ങൾ അദ്ദേഹം അത് പ്രസിദ്ധീകരിക്കുകയാണ്. അതിനുശേഷം അശോക യൂണിവേഴ്സിറ്റി ഇദ്ദേഹത്തെ തള്ളിക്കളയാണ്. ഗവൺമെന്റിന്റെ പ്രഷർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ ചെയ്തിരിക്കുന്നത് എന്താണ്? രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത് നല്ലപോലെ ഹോംവർക്ക് ചെയ്ത് ഒരു റിസർച്ച് പേപ്പർ പബ്ലിഷ് ചെയ്ത കുറെ തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരു മണ്ഡലത്തിന്റെ വിവരങ്ങൾ ശേഖരിച്ച് 6 മാസം കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് തെളിവുകൾ തരികയാണ്. ഇപ്പോൾ ഒരു കാര്യം ഇന്ന് നമുക്ക് അഭിമാനിക്കാം, ഇന്ന് മീഡിയയെ അനുവദിച്ചതുകൊണ്ട് എല്ലാ മാധ്യമ പ്രവർത്തകരും അവിടെ പോയി ശരിയായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരു അവസരം കിട്ടി. ആ ചോദ്യങ്ങൾ ഉയർന്നത് തന്നെ ജനാധിപത്യം നിൽക്കുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണ്. പക്ഷെ അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഒഴുക്കൻ മറുപടികൾ. ഇലക്ഷൻ കമ്മീഷന് പ്ലീനറി പവേഴ്സ് ഉണ്ട്, അധികാരമുണ്ട്, വളരെ വൈഡാണ്. പിന്നെ ഈ സ്വകാര്യത എന്ന് പറയുന്നത് സുപ്രീം കോടതി ഒരു മൗലികാവകാശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ കമ്പല്ലിംഗ് സ്റ്റേറ്റ് ഇൻട്രസ്റ്റ്, പബ്ലിക് ഇൻട്രസ്റ്റ്, ഇങ്ങനെ ചില എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പൊ അവിടെ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് വേണ്ടി, പൊതുജന നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്താം. റൈറ്റ് ടു നോ ഇൻഫർമേഷൻ എന്നുള്ളതും ഒരു മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു. വോട്ടർമാർക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് ആവർത്തിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുമ്പോൾ ഈ പറയുന്ന കള്ള വോട്ടിന്റെ കാര്യത്തിലും വ്യാജ വോട്ടർമാരുടെ എണ്ണം ഉയരുന്നതും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് കൂട്ടമായി ഒരു സംസ്ഥാനത്ത് വോട്ട് ചെയ്യുന്നതിന്റെയും കണക്കുകൾ കൂടി വിശദീകരിക്കേണ്ടി വരും. ഇപ്പോൾ ബീഹാറിലും ആ തരത്തിൽ വലിയ കണക്കുകൾ ഇപ്പോൾ വ്യാജ വോട്ടുകളുണ്ട് എന്ന റിപ്പോർട്ടേഴ്സ് കളക്റ്റീവിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. യുപിയിൽ നിന്നും ഒരുപാട് വോട്ടർമാർ, ആയിരക്കണക്കിന് വോട്ടർമാർ ബീഹാറിലെത്തിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന ശുദ്ധീകരിച്ച പുതിയ പട്ടികയിൽപ്പെട്ടവരുടെ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുക. ലാൽകുമാർ, നേരത്തെ ശ്യാം നൽകിയ മറുപടിയോട് അങ്ങേക്ക് പ്രതികരിക്കാം. അതോടൊപ്പം ഇതിൽ ഇനി കൂടുതൽ തെളിവുകൾ പുറത്തു കൊണ്ടുവരുമെന്ന് കൂടിയാണ് രാഹുൽ ഇന്ന് ബീഹാറിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അത്ര എളുപ്പമാണോ? നിശ്ചയമായും ജനങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്തുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കൃത്യമാണ്. നോക്കൂ, ഇവിടെ ശ്യാം ചെയ്തൊരു കാര്യം എന്താണ്? ശ്യാം വളരെ കൃത്യമായി ശ്യാം ചെയ്തൊരു കാര്യം, കള്ളവോട്ടിലേക്ക് ഈ വിഷയത്തെ മാറ്റി. നോക്കൂ, കേൾക്കുന്ന ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കള്ളവോട്ട് ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷനെയും സംവിധാനത്തെയും ഞാൻ പറ്റിച്ച് ഞാൻ ഒരു നേട്ടം ഉണ്ടാക്കാൻ, എൻ്റെ പാർട്ടിക്ക് വേണ്ടി ഒരു നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനെയാണ് കള്ളനോട്ടെന്ന് പറയുന്നത്. ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ പ്രതിക്കൂട്ടിലാണ്. രണ്ടും രണ്ട് കാര്യങ്ങളാണ്. ഈ നാട്ടിൽ പാർട്ടി ഉണ്ടോ, എല്ലാ പാർട്ടിക്കാരും കള്ളവോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഞാനത് കഴിഞ്ഞ ചർച്ചയിൽ സമ്മതിച്ച കാര്യമാണ്. ഈ CPM ചെയ്തിട്ടുണ്ടോ, CPM ഇതുവരെ കള്ളവോട്ട് ചെയ്തിട്ടില്ല, അങ്ങനൊന്നും പറയാൻ ഞാൻ തയ്യാറില്ല. പക്ഷേ അതല്ല, ഇവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി തന്നെ ബാക്ക് ഫൂട്ടിൽ നിൽക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ ആവശ്യം എന്താ? രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നത് വൺ പേഴ്സൺ വൺ വോട്ടാണ്. അതിന് സമ്മതിക്കാൻ എന്താ ഇലക്ഷൻ കമ്മീഷനും അല്ലെങ്കിൽ ഇവിടുത്തെ സംവിധാനത്തിനും ബുദ്ധിമുട്ടെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. കാര്യം ഈ പറയുന്ന ആൾക്കാരുടെ ഐഡന്റിറ്റി ക്ലിയർ ആയെങ്കിൽ, ഒരാളുടെ ഐഡന്റിറ്റി ക്ലിയർ ആയാൽ മാത്രം, പൗരന്റെ വോട്ട് ചെയ്യേണ്ട ആളുടെ ഐഡന്റിറ്റി ക്ലിയർ ആയെങ്കിൽ മാത്രമല്ലേ ആരാ വോട്ട് ചെയ്യുന്നത്, അയാൾ ഒരു വോട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് ചോദിക്കുന്നു. എന്ന് പറയുന്നത് പോലെ വൺ പേഴ്സൺ വൺ വോട്ട് എന്ന് പറയുന്ന ആ കാര്യം പൂർണ്ണതയിൽ നടപ്പാക്കണമെങ്കിൽ ഐഡന്റിറ്റി കാർഡ് കൊടുക്കുന്നതിനകത്ത് കള്ളത്തരം കാണിക്കുക. ഐഡന്റിറ്റി കാർഡ് കൊണ്ടുവരുന്നത് എന്തിനാ? ഐഡന്റിറ്റി കാർഡ് മറ്റൊരാൾ വന്ന് വോട്ട് ചെയ്യാതിരിക്കാനാണ് ഐഡന്റിറ്റി കാർഡ് കൊണ്ടുവരുന്നത്. ഈ ഐഡന്റിറ്റി കാർഡ് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനാണ്? കാര്യം ഈ പറയുന്ന പേരുമില്ല നാളുമില്ല അങ്ങനത്തെ സാധനത്തിനകത്താണ് കൊണ്ടിരുന്നതെങ്കിൽ. അടുത്തത് നോക്കൂ, ഈ 2019 വിധിയെടുത്ത് ഇലക്ഷൻ കമ്മീഷൻ വലിയ ന്യായം പറയുന്നുണ്ട്. യോഗേന്ദ്ര യാദവിന്റെ വാദത്തിനകത്ത് യോഗേന്ദ്ര യാദവ് മരിച്ചു എന്ന് പറയുന്ന 2 പേരെ സുപ്രീം കോടതിയുടെ മുന്നിൽ ഹാജരാക്കി. അതിന് ഇലക്ഷൻ കമ്മീഷന് ബുദ്ധിമുട്ടില്ലായിരുന്നു, ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അവരുടെ പട്ടികയിലുള്ള ആൾക്കാർ മരിച്ചു എന്ന് പറഞ്ഞ ഒരു ഒഴിവാക്കിയ പട്ടികയിലെ ആൾക്കാരെ യോഗേന്ദ്ര യാദവ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ, സാമൂഹിക പ്രവർത്തകൻ, അദ്ദേഹം അതിഗംഭീരമായി വാദിച്ചു എന്ന് സുപ്രീം കോടതി തന്നെ പ്രകീർത്തിച്ചു. അദ്ദേഹം ആൾക്കാരെ ഹാജരാക്കി. ആ ഇലക്ഷൻ കമ്മീഷൻ നാണോ ഇല്ലേ ഈ ലിസ്റ്റ് ഏറ്റവും നല്ല പെർഫെക്റ്റ് ലിസ്റ്റാന്ന് പറയാൻ? ഇതാണ് പ്രശ്നം. നമ്മൾ അതുപോലെ തന്നെ ഈ പറയുന്ന കേസ് എടുക്കുന്നത്, ഞാനിപ്പം ഇലക്ഷൻ്റെ സമയത്ത് ഒരു മോശം പ്രവൃത്തി നടത്തുക, അല്ലെങ്കിൽ ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ്, ഞാൻ ഒരു മോശം പരാമർശം നടത്തുക,
ഇലക്ഷൻ കമ്മീഷന് പരാതി എന്നാൽ മാത്രമേ ഇലക്ഷൻ കമ്മീഷൻ സുമോട്ടോ കേസെടുക്കൂ? അല്ല, സുമോട്ടോ കേസെടുക്കുന്ന എങ്ങനെയാ? അതിനാ സുമോട്ടോ എന്ന് പറയുന്നത്. ദേ ക്യാൻ ടേക്ക് കോഗ്നിസൻസ് ഓഫ് ദ മാറ്റർ ഈവൻ വിത്തൗട്ട് എ കംപ്ലൈന്റ്. അല്ലെ പിന്നെ സുമോട്ടോ എന്ന് പറയേണ്ട കാര്യം എന്താ? കോടതി സുമോട്ടോ കേസ് എടുക്കുന്നു, അല്ലെ മറ്റാൾക്കാർ സുമോട്ടോ കോഗ്നിസൻസ് എടുക്കുന്നത് എങ്ങനെയാ? ഈ പറഞ്ഞ അത് എക്സിക്യൂട്ടീവും ചെയ്തില്ലേ? ഒരു കാര്യം മാധ്യമങ്ങൾ പറയുന്നു, മാധ്യമപ്രവർത്തകർ സ്മിതി ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടാണോ പിണറായി വിജയൻ ഒരു കാര്യം കേൾക്കുന്നത്? അല്ല, വാർത്ത വന്നു പരിശോധിക്കുമെന്ന് പറയുന്നത് എങ്ങനെയാ എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവരുടെ മുന്നിൽ കൊണ്ടു കൊടുത്തത് അവരാവശ്യപ്പെടുന്നത് എന്താ? 23B പ്രകാരം ഇടാണ്. 23യുടെ ബിയുടെ പർപ്പസ് അതല്ല എന്ന് മുൻ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ നിയമവിദഗ്ധരെല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിനകത്ത് ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. ഇവരുടെ സൗകര്യത്തിനനുസരിച്ച് അതിങ്ങ് തന്നേരെ, ഓത്ത് തന്നേരെ, അത് വേണ്ട. ക്ഷമിക്കുക, നമുക്കിനിയും സമയമുണ്ട് വരും ദിവസങ്ങളിലും. കാരണം പ്രതിപക്ഷത്തിന്റെ റാലി അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിന് കുറച്ച് ദിവസങ്ങൾ കൂടി ഉണ്ടല്ലോ. നമുക്ക് അടുത്ത ദിവസം ഇരിക്കാം. വളരെ നന്ദി. ശ്യാം രാജ്, അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ദാമോദർ പ്രസാദ്, സന്തോഷ് കുമാർ MP ചർച്ചയിൽ പങ്കെടുത്തതിന്. Debate with Smriti Parathikkad.